നമ്മൾ വായിച്ച വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം പ്രതിപാദിച്ചിരിക്കുന്ന പേര് യാക്കോബിൻ്റെ പേരാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പേരിനോട് ചേർത്ത് കൂടുതൽ പ്രാവശ്യം പറയുന്നത് യാക്കോബിൻ്റെ ദൈവം എന്നാണ്. മോശയുടെ ദൈവമെന്നോ അബ്രഹാമിൻ്റെ ദൈവമെന്നോ ഇസാക്കിൻ്റെ ദൈവമെന്നോ ദാവീദിൻ്റെ ദൈവമെന്നോ ഒക്കെ പറയുന്നതിലുപരിയായി ഏറ്റവും അധികം പ്രാവശ്യം പറയുന്നത് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലൊക്കെയും എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് യാക്കോബിൻ്റെ ദൈവം എന്നുള്ളത്. സത്യത്തിൽ യാക്കോബിൻ്റെ ജീവിതവുമായി യാക്കോബിൻ്റെ സ്വഭാവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ പേര് യാക്കോബിൻ്റെ പേരിനോട് ചേർത്ത് പറയുന്നതിന് എന്താണ് അദ്ദേഹത്തിന് യോഗ്യത എന്ന് നമുക്ക് സംശയമുണ്ടാകാം. ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചതായ വേദഭാഗം യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് യാക്കോബിന് ഓടിപ്പോകേണ്ടി വന്നത് എന്ന് നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. ആ വീട്ടിൽ മാതാപിതാക്കൾ 2 മക്കളെയും വിഭാഗിച്ചെടുത്തിരുന്നു. പിതാവിന് മൂത്ത മകനോട് സ്നേഹം, അമ്മയ്ക്ക് ഇളയ മകനോട് സ്നേഹം. ഏതായാലും അവർക്ക് ഒരുമിച്ച് താമസിക്കാനൊക്കാത്ത ഒരു സ്ഥിതി ആ വീട്ടിലുണ്ടായി. പലപ്പോഴും മക്കൾക്ക് ഒരുമിച്ച് താമസിക്കാനൊക്കാത്ത സ്ഥിതി ഉണ്ടാക്കുന്നത് മാതാപിതാക്കളാണ്. ഏതായാലും അവിടെ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. യാക്കോബ് ഒളിച്ചോടി പോവുകയാണ്. നമുക്കറിയാമല്ലോ, ആ പ്രത്യേക സംഭവം നമുക്കറിയാം. ഒരു ദിവസം ഏശാവ് വയലിൽ നിന്ന് വരുമ്പോൾ യാക്കോബ് ഒരു കപ്പ് പായസവുമായിട്ട് നിൽക്കുകയാണ്. ഏശാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു തീറ്റിപ്രിയനായിരുന്നു എന്നാണ്. ആ ഭക്ഷണത്തോടുള്ള അമിത താല്പര്യമാണ് ഏശാവിൻ്റെ കുഴപ്പത്തിന് കാരണമായി തീർന്നത്. ആ ബലഹീനത അറിയാവുന്ന യാക്കോബും അമ്മയും കൂടെ വയലിൽ നിന്ന് ക്ഷീണിതനായി വന്ന യാക്കോബിൻ്റെ മുമ്പിൽ ഒരു കപ്പ് പായസം വെച്ച് വിലപേശുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ജ്യേഷ്ഠന് പായസം വേണോ? പായസം വേണ്ടാത്തത് ആർക്കാണ്? എല്ലാവർക്കും പായസം വേണം. അപ്പോൾ ജ്യേഷ്ഠനോട് ചോദിച്ചു, നിനക്ക് പായസം വേണോ? ഉടനെ ഒരാലോചനയില്ല, എനിക്ക് പായസം വേണം, എനിക്കൊരു വില തരണം. എന്താണ് വില തരേണ്ടത്? ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. അപ്പോൾ ഏശാവിന് കുറേ കൂടി ഇഷ്ടമായി. ജ്യേഷ്ഠനായതുകൊണ്ടാണ് ഇപ്പോൾ വയലിൽ പോകേണ്ടി വന്നത്. ഇപ്പോൾ ജ്യേഷ്ഠാവകാശവും പോയി കിട്ടും, പായസവും കിട്ടും. അങ്ങനെ ജ്യേഷ്ഠാവകാശം കൊടുത്ത് പായസം വാങ്ങിക്കഴിച്ചു. ഇതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്? ഈ സംഭവത്തിൽ ആരാണ് തെറ്റുകാരൻ? നിങ്ങൾ ആരുടെ സൈഡാ? ഏത് യാക്കോബിൻ്റെ കാര്യം അച്ഛൻ ചോദിക്കുന്നുള്ള മട്ടിരിക്കും. നിങ്ങൾ യാക്കോബിൻ്റെ സൈഡാണോ ഏശാവിൻ്റെ സൈഡാണോ? യാക്കോബിൻ്റെ. നമ്മുടെ കൂട്ട് കള്ളത്തരം കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ളത്. നമ്മളെക്കാട്ടി വേന്ദ്രനായിരുന്നു യാക്കോബ്. ഈ സംഭവത്തിൽ ആരാണ് കുഴപ്പക്കാരൻ? ഏശാവാണോ കുഴപ്പക്കാർ? നമ്മൾ കൊച്ചിലേ തൊട്ട് പഠിച്ചു വെച്ചേക്കുന്ന യാക്കോബിൻ്റെ സൈഡാണ് നമ്മളൊക്കെ. എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? ജ്യേഷ്ഠന് പായസം വേണോ, ജ്യേഷ്ഠാവകാശം വേണോ? അതാണ് ചോദ്യം. റോങ് പ്രിഫറൻസ് ഈസ് സിൻ. തെറ്റായ മുൻഗണന പാപമാണ്. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ദൈവിക അനുഗ്രഹമാണ്. പായസം എന്ന് പറയുന്ന ഭൗതിക അനുഗ്രഹമാണ്. പായസം ഉണ്ടാക്കുന്നതൊക്കെ ദൈവം തരുന്ന സാധനങ്ങൾ കൊണ്ടാണെങ്കിലും ഭൗതികമായ അനുഗ്രഹമുണ്ട്, ദൈവികമായ അനുഗ്രഹമുണ്ട്. അപ്പോൾ ഏതാണ് തെരഞ്ഞെടുപ്പ്? നമ്മുടെ തെരഞ്ഞെടുപ്പാണ് വിഷയം. അപ്പോൾ ഈ ഏശാവ് എന്താ ചെയ്തത്? ദൈവികമായ അനുഗ്രഹം ഉപേക്ഷിച്ച് ഭൗതികമായ അനുഗ്രഹം നേടിയെടുത്തു. യാക്കോബാണെങ്കിലോ ഭൗതികമായ അനുഗ്രഹം ഉപേക്ഷിച്ച് ദൈവികമായ അനുഗ്രഹം നേടിയെടുത്തു. അതാണ് നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പിനൊരു വലിയ പ്രാധാന്യമാണ്. നമ്മൾ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത്? ഏതായാലും ആ സംഭവം കാരണം അവിടെ ഒരുമിച്ച് താമസിക്കാനൊക്കാത്ത സ്ഥിതിയായി യാക്കോബ് അങ്ങ് പോവുകയാണ്. പൊക്കോളാൻ പറഞ്ഞ് അമ്മയുടെ വീട്ടിൽ പോവാണ്. പോകുന്ന വഴിക്ക് യാക്കോബ് ക്ഷീണിതനായിട്ട് അങ്ങ് ഉറങ്ങി. മരുഭൂമിയോട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇതുവരെ അമ്മയുടെ ഓമനപ്പുത്തനായി ജീവിച്ചു വന്നവൻ ഇപ്പം അങ്ങ് വളരെ ക്ഷീണിതനായി ഉറങ്ങിപ്പോയി. എങ്ങനെ ഉറങ്ങിയത്? അടുത്ത് കണ്ട കല്ലെടുത്ത് തലയണയായി വെച്ച് ഉറക്കം വന്നാൽ പിന്നെ കല്ലൊന്നും വല്ലതും ഉണ്ടോ? സുഖമായിട്ട് അങ്ങ് ഉറങ്ങുകയാണ്. ഉറങ്ങിയപ്പോൾ ഒരു ദർശനം കണ്ടതാണ് നമ്മൾ ഇന്ന് വായിച്ചത്. എന്താ ദർശനം? സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നൊരു ഗോവേണി, അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവദൂതന്മാർ. അതാണ് ദർശനം. അപ്പോൾ യാക്കോബ് ഉണർന്നേച്ച് എളുപ്പം എഴുന്നേറ്റ് ചാടി പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സ്ഥലം എത്ര ഭയങ്കരം! ദൈവത്തിൻ്റെ ആലയമല്ലാതെ
മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ. യാക്കോബ് ഉണർന്നേച്ച് പറയുകയാണ്, ഈ സ്ഥലം എത്ര ഭയങ്കരമായ സ്ഥലം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം ഈ സംഭവവും ദൈവത്തിൻ്റെ ആലയം തമ്മിൽ എന്താണ് ബന്ധം? ഒരു മാതൃകാ ദേവാലയത്തിനുണ്ടായിരിക്കേണ്ട ചില ഗുണവിശേഷങ്ങൾ ഈ വാക്യത്തിലുണ്ട്, ഈ സംഭവത്തിലുണ്ട്. എപ്പോഴാണ് യാക്കോബ് പറഞ്ഞത് ഒരു പള്ളിയാണ്, ദൈവാലയമാണെന്ന് പറഞ്ഞത് എപ്പോഴാണ്? നന്നായി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതൊരു പള്ളിയാണ്. അപ്പോൾ ഒരു പള്ളിയുടെ, ദൈവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഗുണവിശേഷം എന്തായിരിക്കണം? ആരാധിക്കാൻ വരുന്നവർക്ക് ഉറങ്ങാൻ പറ്റണം, ഉറങ്ങണം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്. ഇന്നലെ തന്നെ നിങ്ങൾ ചിലരെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇരുന്ന് ഉറങ്ങുന്നതാണ് നല്ല സന്തോഷമാണ്. പള്ളി ഉറങ്ങാനുള്ള ഇടമാണ്. ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷം, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്. വിശ്രമത്തിനുള്ള സ്ഥലമായിരിക്കണം പള്ളി. വിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാവുന്നൊരിടമായിരിക്കണം ദേവാലയം. ജീവിതയാത്രയിൽ ഒരാഴ്ചയിലെ ജീവിത ഭാരവുമായി ഞായറാഴ്ച രാവിലെ വന്ന് ഭാരം ഇറക്കി വെച്ച്, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വാസത്തോടെ പോകാം അല്ലേ, സമാധാനത്തോടെ പോകാം, ദൈവത്തിൻ്റെ പാപം ഒരു സമാധാനത്തോടെ മടങ്ങുവാൻ കഴിയുന്ന ഇടമാകണം ദേവാലയം. അത് പള്ളിയിൽ ഒരു തെറാപ്യൂട്ടിക് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. ഉണ്ടോ അങ്ങനെ? പള്ളി വരുമ്പോൾ ഒരു ആശ്വാസവും. ഇപ്പം തിരിച്ചാണ്, പള്ളി വരാതിരുന്നാലാണ് ആശ്വാസം. ചില പള്ളിയിലൊക്കെ കയറിയാൽ പിന്നെ പ്രശ്നമാണ്. ജീവിതയാത്രയിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാവുന്നൊരു ചുമട് താങ്ങിയായിരിക്കണം ദേവാലയം. കൂനിയായ സ്ത്രീയുടെ കൂന് നിവർന്നത് പള്ളിയിൽ വെച്ചാണ്. ഹന്ന മനോവ്യസനമുള്ളൊരു സ്ത്രീയായിരുന്നു, നമ്മൾ ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചത് പള്ളിയിലാണ്. അപ്പോൾ പള്ളി എന്ന് പറയുന്നത്, ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ഭാരങ്ങൾ ഇറക്കി വെക്കാവുന്ന ഒരിടമായിരിക്കണം. നന്നായിട്ട് വിശ്രമിക്കുന്ന, സമാധാനം ലഭിക്കുന്ന ഇടമാകണം. അപ്പോഴാണ് യാക്കോബ് പറഞ്ഞത് ഒരു പള്ളിയാണ്. രണ്ടാമത് എന്താ പറഞ്ഞത്? ഒരു ദർശനം കണ്ടപ്പോഴാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെവലേഷൻസ്. ദേവാലയം ദർശനങ്ങളുടെ ഇടമായിരിക്കണം. ദർശനം എന്നാൽ ദൈവത്തെ കാണുന്ന ഇടമായിരിക്കണം ദേവാലയം. പള്ളിയിൽ വന്നേച്ച് ദൈവത്തെ കണ്ടേച്ച് മടങ്ങണം. ദൈവത്തെ കണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ദൈവത്തെ കണ്ടവരാരും വന്ന വഴിയെ പോവുകയില്ല. ഒരു പുതിയ പാത ജീവിതത്തിൽ വെട്ടിപ്പിടിക്കും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെവലേഷൻസ്. ദേവാലയം ദർശനങ്ങളുടെ ഇടമായിരിക്കണം. ദർശനമില്ലായാൽ ജനം മര്യാദ വിട്ട് നടക്കുന്നു. നമ്മുടെ പള്ളിയിൽ ആരെങ്കിലും മര്യാദയില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ദേവാലയത്തിൻ്റെ കുറവാണ്. ദർശനമില്ല. ദൈവത്തെ കാണുക, അവനവനെ കാണുക, സമൂഹത്തെ കാണുക, അതൊക്കെ ആ ദർശനത്തിലൂടെ സംഭവിക്കേണ്ടത്. ദൈവദൂതന്മാരെ കണ്ടപ്പോൾ പറയുകയാണ്, ഇത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ്, ഇതൊരു ദേവാലയമാണ്, ഇതൊരു വർഷിപ്പ് കേന്ദ്രമാണ്. മൂന്നാമത് യാക്കോബ് പറയുകയാണ്, ഇന്നു മുതൽ ഞാനൊരു ദൈവപൈതലായി ജീവിക്കും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്പോൺസ്. ദേവാലയം പ്രതിഷ്ഠയുടെയും സമർപ്പണത്തിൻ്റെയും ഇടമാകണം. ഇന്നു മുതൽ ഞാനൊരു ദൈവപൈതലായി ജീവിക്കും. ഓരോ പ്രാവശ്യം ദേവാലയത്തിൽ വരുമ്പോഴും, ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിൽ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഒരിക്കലായി നടക്കുന്നൊരു പ്രക്രിയ അല്ല മാനസാന്തരം. ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും പുതിയ പുതിയ പാതകളിലൂടെ നടന്നുകൊണ്ടിരിക്കണം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്പോൺസ്. ദേവാലയം പ്രതിഷ്ഠയുടെയും പ്രതിജ്ഞയുടെയും ഇടമായിത്തീരണം. അങ്ങനെ ഒരു മാതൃകാ ദേവാലയമായി നമുക്ക് മുൻപോട്ട് പോകണം. രണ്ടാമത് രൂപാന്തരം വേണ്ടത് കുടുംബങ്ങൾക്കാണ്. കുടുംബങ്ങൾ. എന്തുകൊണ്ടാണ് യാക്കോബ് ഒളിച്ചോടി പോകേണ്ടി വന്നത്? കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കുടുംബങ്ങളൊന്ന് രൂപാന്തരപ്പെടണം. ഒരു കാലത്ത് സഭ വളരെ ശ്രദ്ധയോടുകൂടി കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് 2 കാര്യങ്ങൾക്കാണ് കുറഞ്ഞത് ഹൈക്കോടതിയുടെ എങ്കിലും അനുവാദം വേണ്ടിയിരുന്നത്. ഒന്ന് വധശിക്ഷ നടപ്പിലാക്കാൻ, മറ്റൊന്ന് ക്രിസ്ത്യാനിയുടെ വിവാഹമോചനത്തിന്. ക്രിസ്ത്യാനിയുടെ വിവാഹമോചനത്തിന് കഴിഞ്ഞിട വരെ മിനിമം ഹൈക്കോടതിയുടെ എങ്കിലും അനുവാദം വേണമായിരുന്നു. ഇപ്പോൾ വേണോ? ഏറ്റവും ഈസിയാണ് ക്രിസ്ത്യാനിയുടെ വിവാഹമോചനത്തിന്. എത്ര കുടുംബക്കോടതികളാണ്. കുടുംബക്കോടതികളെല്ലാം അങ്ങ് അപേക്ഷകൾ കെട്ടി എങ്ങനെയും ഒന്ന് മോചിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് കെട്ടിക്കിടക്കുകയാണ്. ഏറ്റവും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്രിസ്തീയ കുടുംബങ്ങൾ. അതുകൊണ്ട് കുടുംബങ്ങൾക്കൊരു രൂപാന്തരം സംഭവിക്കണം.
കുടുംബങ്ങൾ ഒരു സെമിനാരിയായി മാറണം. സെമിനാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയാമോ? സെമിനാരി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? സെമിനാരി എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്ന സ്ഥലമെന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. കുടുംബങ്ങൾ സെമിനാരി ആകണം, വിത്ത് വിതയ്ക്കണം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പങ്കിടലിൻ്റെയും ദൈവവചനത്തിൻ്റെയൊക്കെ വിത്ത് നമ്മുടെ കുടുംബങ്ങളിൽ വിതയ്ക്കണം. വേറെങ്ങും ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് നമ്മുടെ കുടുംബങ്ങളാണെന്ന് പറയുന്നത്. അമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും വലിയ മിഷൻ ഫീൽഡ്. ഒരു വ്യക്തി ആരാകണമെന്നുള്ളത് 5 വയസ്സിനുള്ളിൽ രൂപപ്പെട്ടിരിക്കും. 5 വയസ്സ് വരെ ഇവൻ അമ്മയുടെ മടിത്തട്ടിലാണല്ലോ. അത് ലഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ അത്ഭുതം നടന്ന എവിടാണെന്നറിയാവോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ അത്ഭുതം നടന്നത് ഗോലാൻ കുന്നുകളിലെ ഏതോ ഒരു കൊച്ചു കുടുംബത്തിലാണ്, കൊച്ചു വീട്ടിലാണ്, വീട്ടിലെ അടുക്കളയിലാണ് സത്യത്തിൽ അതിൻ്റെ ആ അത്ഭുതത്തിൻ്റെ ആരംഭം. ഒരു ദിവസം ആ പാവപ്പെട്ട വീട്ടിലെ അമ്മ, പാവപ്പെട്ട വീട്ടിലെന്ന് ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവരുടെ അപ്പമായ യവത്തപ്പം, കുബൂസ്. ആ പാവപ്പെട്ട വീട്ടിലെ അമ്മ 5 അപ്പം പൊതിഞ്ഞു കൊടുത്തു ഈ മോൻ്റെ കയ്യിൽ. ഒരു പിള്ളേരും ഒരു കുബൂസ് പോലും നിറച്ച് തിന്നത്തില്ല, ഫുള്ള് തിന്നത്തില്ല. പിന്നെ ഇതിന് 5 എണ്ണം കൊടുത്തേ. കുറേ മീൻ പിക്കിളും കൂടെ കൊടുത്തു വിട്ടത്. എന്നിട്ട് അമ്മ പറഞ്ഞു, മോനിത് കഴിക്കണം. യേശുപ്പച്ചൻ്റെ പ്രസംഗം കേൾക്കാൻ പോവാണ്. മോനിത് കഴിക്കണം. ആരെങ്കിലും കഴിക്കാതിരിപ്പുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് കൊടുത്തു വിട്ടത്. അല്ലേ അവൻ കൊടുക്കുമോ? നിങ്ങൾ വിചാരിക്കണം നമ്മുടെ പിള്ളേരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അത്ഭുതം നടക്കുമോ? നിങ്ങളുടെ പിള്ളേരായിരുന്നു അവിടെ ഇരുന്നെങ്കിൽ അത്ഭുതം നടക്കുമോ? നിങ്ങൾ LKG-ക്കാരൻ്റെ ബിസ്ക്കറ്റ് കൊടുത്തേ തന്നെ പറഞ്ഞു, മോനെ തന്നെ തിന്നോണം കേട്ടോ, ആരും എടുക്കാമെന്ന് നല്ല അടി കൊടുത്തേക്കണം. ബാക്കി ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ അവിടെ പട്ടിക്ക് കൊടുക്കാം. ആർക്കും ഒന്നും കൊടുക്കാത്തതാണ് മിടുക്കെന്നാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്നത്. സത്യത്തിൽ ആ കുഞ്ഞിൻ്റെയും മാത്രമേ അപ്പവും മീനും ഉണ്ടായിരുന്നുള്ളൂ. ആ കൊണ്ടുപോരുടെ എല്ലാ അപ്പവും പൊതിക്കെട്ടുകൊണ്ട് ചോദിക്കുമെന്ന് കണ്ട് പാത്ത് വെച്ചേക്കാണ്. വല്യപ്പനും വല്യമ്മയും കൊടുക്കുകയല്ല. എല്ലാവരുടെയും അപ്പം ഇല്ലാതെ ഇത്രയും പ്രസംഗം കേൾക്കാൻ പോകും. എല്ലാവരുടെയും ഉണ്ടായിരുന്നു, കൊടുക്കാതെ മാറ്റി വെച്ച് ആ കുഞ്ഞ് മാത്രം കൊടുത്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ സൂക്ഷിച്ച് വളർത്തണം. ലഭിക്കേണ്ടതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ 5 വയസ്സിനുള്ളിൽ കൊടുക്കണം. അത് കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നെ കിടന്ന് കരയേണ്ടി വരുന്നത്. അല്ലേ? നമുക്ക് ആരുടെയും അപ്പനെയും അമ്മയും കരയിപ്പിക്കാൻ എളുപ്പമാർഗം എന്തുവാ? അപ്പനെയും അമ്മയും കരയിപ്പിക്കാൻ പിള്ളേരുടെ കാര്യം ചോദിച്ചാൽ അച്ഛാ അത് മാത്രം ചോദിക്കല്ലേ അച്ഛാ പോയച്ച ഭയങ്കര പൊട്ടിക്കരച്ചിലാണ്. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. ഹൈന്ദവ പുരാണത്തിലൊരു കഥയുണ്ട്, കാളിയൻ സർപ്പത്തിൻ്റെ കഥ. ആ കാളിയൻ സർപ്പം താമസിക്കുന്നത് കാളിന്തി നദിയിലാണ്. കാളിന്തി നദിയിൽ താമസിക്കുന്ന ആ ഭയങ്കര സർപ്പത്തിൻ്റെ അതിഭീകരമായ വിഷം കലർന്നിട്ട് ഈ കാളിന്തി നദി പോകുന്ന 2 കരകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞു പോകാണ്. അത്ര കഠിനമായ വിഷമാണ് കാളിയൻ സർപ്പത്തിന്. അത് ഈ വെള്ളത്തിൽ കലർന്നിട്ട് മുഴുവൻ വൃക്ഷങ്ങൾ കരിഞ്ഞു പോകുകയാണ്. എന്നാൽ എല്ലാ കരിഞ്ഞ വൃക്ഷങ്ങളുടെ ഇടയ്ക്ക് ഒരു വൃക്ഷം മാത്രം കരിയാതെ നിറച്ച് പൂക്കളുമായി നിൽക്കുന്ന ഒരു നീലക്കടമ്പ് വെള്ളപ്പൂക്കളുമായി നിൽക്കുകയാണ്. എല്ലാ വൃക്ഷങ്ങളും കരിഞ്ഞിട്ടും ഒരു വൃക്ഷം മാത്രം കരിയാതിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അമൃതുമായി ഗരുഡൻ പറന്നു പോയപ്പോൾ അമൃത് നിറഞ്ഞ കുടത്ത് നിന്ന് തുളുമ്പി വീണതാണ് 2 തുള്ളി അമൃത് ഈ കടമ്പിൽ. അമൃത് വീണതായ കടമ്പ് ഏത് വിഷമേറ്റാലും കരിയാതിരിക്കും, പൂത്തുലഞ്ഞ് നിൽക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവവചനമാകുന്ന അമൃത് കൊടുത്തു വിടണം. അവരങ്ങനെ വളർത്തണം. കുടുംബം ഒരു സെമിനാരിയായി മാറണം. കുടുംബം ദേവാലയമായി മാറണം. ആ ദേവാലയത്തിൽ പ്രാർത്ഥനാനാദ ഉയരണം. എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥനയുണ്ടോ? രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുണ്ടോ എല്ലാ വീട്ടിലും? കയ്യൊന്നും പൊക്കണ്ട, നാണംകേടാണ്. ഇല്ലെന്ന് എനിക്കറിയാം. ഒരു കാലത്ത് വളരെ ക്രമീകൃതമായ രീതിയിൽ കുടുംബ പ്രാർത്ഥന നടത്തിയിരുന്ന നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് ഉറങ്ങുകയാണ്. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഞങ്ങളുടെ സഭയുടെ മെത്രാപ്പോലിത്ത ആയിരുന്ന അലക്സാണ്ടർ മാർത്തോമ തിരുമേനി
ഒരിക്കൽ ഞങ്ങളുടെ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലെന്ന്. ഞങ്ങൾ വിചാരിച്ച് തിരുമേനിക്ക് പ്രായക്കൂടുതലുണ്ട്, ഓർമ്മപ്പെശവ് പറയുകയാണ്. തിരുമേനിയുടെ അപ്പനൊരു അച്ഛനായിരുന്നു. പിന്നെയും തിരുമേനി പറയുകയാണ്, എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ 4-5 മക്കൾ ഒരു വീട്ടിൽ ഒരു മുറിയിലാണ് കിടക്കുക. അന്ന് 2 മുറി കൂടുതലുള്ള വീടൊന്നും ഇല്ലല്ലോ. മക്കളെല്ലാം കൂടെ ഒരു മുറിയിലാണ് കിടക്കുന്നത്. വെളുപ്പിന് 4 മണിയാവുമ്പോൾ നേരം വെളുത്തി എൻ്റെ നെറ്റി നനഞ്ഞ് ഞാൻ ഞെട്ടി ഉണന്ന് നോക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് കൊമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ്റെ കണ്ണുനീര് വീണ് എൻ്റെ നെറ്റി നനഞ്ഞിട്ടുണ്ട്. എൻ്റെ കാൽക്കൽ കൊമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ കണ്ണുനീര് വീണ് എൻ്റെ കാൽപാദം നനഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല മൂത്തത് തൊട്ട് ഇളയത് വരെ എല്ലാ കുഞ്ഞുങ്ങളുടെയും തലയ്ക്കലും കാൽക്കലും തൊട്ട് കണ്ണുനീരോടെ ദൈവസേനയെ സമർപ്പിക്കുന്ന മാതാപിതാക്കൾ പിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണ്ട, പ്രാർത്ഥിച്ച് കാണിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്നിട്ട് തിരുമേനിയായിരുന്നു മൂത്ത മകൻ. പണ്ടൊക്കെ അമ്മമാർക്കൊരു സോക്കേടുണ്ട്, പിള്ളേരെ കടയിൽ വിടും അല്ലേ? ഉച്ച കഴിഞ്ഞ് സന്ധ്യയാകാരം എടാ കടയിൽ ഉപ്പ് വാങ്ങിച്ചോണ്ട് വാടാ, മുളക് വാങ്ങിച്ചോണ്ട് വാടാ, വെളിച്ചെണ്ണ ഇപ്പം അതൊന്നും പറയാം, ഇപ്പം ഫോൺ ചെയ്താൽ മതി ലുലുവിന്ന് സാധനം വീട്ടിൽ. അന്ന് ലുലു ഒന്നുമില്ല. അപ്പം ഇദ്ദേഹമാണ് മൂത്ത മകൻ. കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ, ഈ പാട്ട് പാടിക്കോളാം പറ. അവൻ ഈ പാട്ട് പഠിച്ചു, ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ, കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ. ഈ പാട്ട് പാടി അവൻ കടയിൽ ചെല്ലും. കടയിൽ ചെന്ന് സാധനം ഓർഡർ ചെയ്യുമ്പോൾ അയാളിങ്ങനെ കുമ്പിൾ കുത്തി സാധനം എടുക്കുമ്പോൾ ഇവനിങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുകയാണ്, ദൈവത്തിൻ പൈതൽ. കാരണം തിരിച്ചു വരണമല്ലോ. ഇങ്ങനെ ഈ പാട്ട് പാടി തിരിച്ചു വരും. അങ്ങനെ പാടി അദ്ദേഹം മാർത്താമ്മ മെത്രാപ്പോലീത്തയായി. ഒരിക്കൽ അദ്ദേഹം പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും സംഭവിച്ചുകൂടാത്തൊരു കാര്യം സംഭവിച്ചു. അവരെല്ലാം കൂടെ പെടവട്ടം തല്ലി കരയാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കി. ദൈവകൃപയാൽ പ്ലെയിൻ്റെ ഒരു എൻജിൻ്റെ തകരാറ് മാറുകയും ജർമ്മനിയിലെ ഒരു എയർപോർട്ടിൽ എമർജൻസി ലാൻഡിങ്. പ്ലെയിൻ ലാൻഡ് ചെയ്തപ്പോഴേക്കും എമർജൻസി എക്സിറ്റിലൂടെ എല്ലാവരും മരണോപ്രാളത്തോടെ ചാടി ഇറങ്ങി. ഏറ്റവും ഒടുവിലാണ് തിരുമേനി ഇറങ്ങിയത്. തിരുമേനി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ തൊട്ടടുത്ത സീറ്റിരുന്നൊരു മദാമ്മയാണ്. ആ മദാമ്മ പറയുകയാണ്, എല്ലാവരും ബഹളം വെച്ച് കരഞ്ഞിട്ടും ഈ സന്യാസി മാത്രം ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നു. സന്യാസി എന്നാ തോന്നി, അതൊരു കാവ്യ വസ്ത്രമാക്കി തിരുമേനി ധരിക്കുന്നത്. ഈ സന്യാസി മാത്രം ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നു, ഒരു പേടിയില്ലാതെ. എന്നാൽ തിരുമേനി ഞാൻ പാടിയ പാട്ട് എന്നറിയാമോ? ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ, കാവൽ ചെയ്തിടുവാൻ ദൂതന്മാർ. എന്നെ 5-ാമത്തെ വയസ്സിലെ അമ്മ പഠിപ്പിച്ച പാട്ടാണ്. ഇതാണ് രോഗരക്ഷകനുള്ളൂ എന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾ മറന്നുപോയി. യേശുക്രിസ്തുവിടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള സത്യം നിന്നെ പഠിപ്പിക്കാൻ ഞങ്ങൾ മറന്നുപോയി. അതിനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ പഠിപ്പിക്കുന്നത്? എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മോളെ നിനക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതോ? വലിയ സ്നേഹമാണല്ലോ, നിനക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതോ? പിന്നെ അവൾ പറഞ്ഞെന്നറിയോ? അയ്യോ തിരുമേനി അതൊന്നും പറ്റത്തില്ല, അവർ വലിയ സ്ട്രോങ്ങാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ വീക്കാണെന്നാണ്. നമ്മൾ വീക്കാണ്, അവർ സ്ട്രോങ് ആണ്. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. ദേവാലയങ്ങളാകണം നമ്മുടെ കുടുംബങ്ങൾ. പ്രാർത്ഥനാനാഥ ഉയരണം. നമ്മുടെ കുടുംബങ്ങൾ മാതൃകാ വിദ്യാലയങ്ങളാകണം. ആ വിദ്യാലയത്തിലെ മാതൃകാ അധ്യാപകരായിരിക്കണം മാതാപിതാക്കൾ. ഒരു നല്ല അധ്യാപകൻ്റെ ലക്ഷണം എന്താണ്? കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ പോരാ. ഒരു അധ്യാപകൻ കൈച്ചൂണ്ടിയായിരുന്നാൽ പോരാ. അധ്യാപകൻ മാതൃകയുള്ളവനായിരിക്കും. എന്നെ അനുഗമിച്ചാൽ നീ എത്തേണ്ടിടത്ത് എത്തുമെന്ന് പറയണം. ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടൊക്കെ ആയാൽ മതിയോ? നമ്മുടെ മക്കൾ മതിയോ? ഇനി ആർക്കെങ്കിലും എന്നെപ്പോലെ ആകണമെന്ന് പറയുമോ? നമ്മൾ പറയും, ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അങ്ങനെയല്ലേ പറയുന്നത്? അമ്മമാർ പെങ്കൊച്ചും അടി കൊച്ചെ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം, അങ്ങനെയല്ലേ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നത് അനുസരിക്കാവുള്ളൂ, ഞാൻ ചെയ്യുന്ന പോലെ ജീവിച്ചാൽ നിൻ്റെ അധോഗതിയാണെന്ന്. എന്നെ കണ്ട് പഠിക്കടാ, എന്നെ കണ്ട് പഠിക്കടി എന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ മാതാപിതാക്കളുണ്ടോ? ഉണ്ടോ? നമ്മൾ പറയും മഹാത്മാഗാന്ധിയെ കണ്ട് പഠിക്കടാ, എന്തെളുപ്പമാണ്. കുറച്ചുകൂടെ സത്യസന്ധരാണ് പറയാം ജോർജ് വാഷിങ്ടനെ കണ്ട് പഠിക്കടാ. പണ്ടൊരു കോടാലിയുടെ കഥ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒക്കുന്ന കാര്യമല്ല. 24 മണിക്കൂറും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പ് ജീവിക്കുന്ന മാതാപിതാക്കളെ അവരുടെ മുമ്പ് നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. അല്ലെ പിള്ളേർ ഒളിച്ചോടും.
യാക്കോബ് ഒളിച്ചോടുകയാണ്. കുടുംബങ്ങൾ രൂപാന്തരപ്പെടണം. മൂന്നാമത് രൂപാന്തരം വേണ്ടതാണ് വ്യക്തികൾ. യാക്കോബിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റു, തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി, അതിന്മേൽ എണ്ണയൊഴിച്ചു, തിരികെത്തിച്ചിട്ട് പറയുകയാണ്, ഈ അഗ്നി സാക്ഷി, ഞാൻ പറയുന്നു, ഇന്നു മുതൽ ഞാനൊരു ദൈവപൈതലായി ജീവിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമ്മൾ അവശ്യം നാട്ടേണ്ട ഒരു കല്ലാണിത്. ഒരു തീരുമാനത്തിൻ്റെ കൽത്തൂൺ, അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ കൽത്തൂൺ. കഴിഞ്ഞതെല്ലാം, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പിൻപുള്ളത് മറക്കുക, മുൻപുള്ളതിനായിട്ടായുക. യാക്കോബിൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്താണ്? അന്ധനായ പിതാവിനെ കളിപ്പിച്ചവനാണ്, തീറ്റിപ്രിയനായ ജ്യേഷ്ഠനെ കളിപ്പിച്ചവനാണ്, കണ്ടുമുട്ടിയവരെ കളിപ്പിച്ചവനാണ് യാക്കോബ്. അങ്ങനെ വീട്ടിൽ ജീവിക്കാനൊക്കാതെ ഒളിച്ചോടി പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവനെ തിരഞ്ഞു പിടിച്ചു ചെന്നു. ദൈവത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെന്ന് ഒളിച്ചോടിപ്പോയ യാക്കോബിൻ്റെ പുറകെ ചെന്ന് ദൈവസ്നേഹം. ഇതാണ് ദൈവസ്നേഹം. ഒരു വേട്ടപ്പട്ടിയെ പോലെ നമ്മളെ പിന്തുടരുന്നതാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൻ്റെ മുൻപിൽ യാക്കോബ് തകർന്നുപോയി. എന്നിട്ട് പറയുകയാണ്, ഇന്നു മുതൽ ഞാനൊരു ദൈവപൈതലായി ജീവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മെൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൻ്റെ ഈ സന്ധ്യയിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കണം. ഇന്നു മുതൽ ഞാനൊരു ദൈവപൈതലായി ജീവിക്കും. ഞാൻ എവിടെ പോയാലും ദൈവപൈതലായിരിക്കും. എനിക്ക് ലഭിക്കുന്നതെന്നൊക്കെ ദശാംശം. ഒരു വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. ഒരു ശരിയായ ആരംഭം പകുതി ജോലി ചെയ്തതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നഷ്ടമാണ് തീരുമാനം എടുക്കാൻ. തീരുമാനം എടുക്കുമ്പോൾ വേദന എടുക്കും, അല്ലേ? ഞാൻ ദൈവപൈതലായി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പലതും ഉപേക്ഷിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. മാനസാന്തരപ്പെടുമ്പോൾ വേദന എടുക്കും. എടുക്കുമോ? മാനസാന്തരപ്പെടും വേദന എടുക്കുമോ? മാനസാന്തരപ്പെടുമ്പോൾ വേദന എടുക്കുമെന്ന് എന്നെ പഠിപ്പിച്ച ഒരു വൈദ്യനാണ്. ഞാൻ കോട്ടയം മാർത്തോമാ സെമിനാരിയിലാണ് BD പഠിച്ചത്. തുടർന്ന് അതിൻ്റെ തുടർ പഠനം ഞാൻ നടത്തിയ സൗത്ത് കൊറിയയിലാണ്. അവിടെ അങ്ങ് പഠിപ്പിക്കാത്ത ഒരു തിയോളജി എന്നെ ഒരു നാട്ടുവൈദ്യൻ പഠിപ്പിച്ചൊരിക്കൽ. കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു കൂത്രപ്പള്ളി പള്ളിയിൽ പ്രസംഗിക്കാൻ പോയ വഴി സ്കൂട്ടറിലാണ് പോയത്. ചേതക്ക സ്കൂട്ടറായിരുന്നു അന്ന്. ഇരുട്ടായിരുന്നു. ആ നല്ല ലൈറ്റൊന്നും അല്ലല്ലോ. അതൊരു കല്ലേ കയറി മറിഞ്ഞു വീണ് ഞാൻ കൈകുത്തി വീണു. എനിക്ക് നല്ല വേദന എടുത്തു. എങ്കിലും ഞാൻ അന്ന് പ്രസംഗിച്ചു. പിറ്റേ ദിവസം നോക്കി തള്ളവരൽ നീര് വെച്ചിരിക്കുന്നു. ഞാൻ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് ഒരു വൈദ്യനെ കാണാൻ പോയി. കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മിടുക്കൻ വൈദ്യൻ. വലിയ പ്രസിദ്ധനൊന്നും അല്ല, പക്ഷെ പേര് കേട്ട ആളാണ്, കൊള്ളാം എന്ന് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി. ഞാൻ കുപ്പായൊക്കെ ഇട്ട് അവിടെ ചെന്ന് വൈദ്യനെ ഞാൻ കണ്ടു. അദ്ദേഹം ഹിന്ദുവാണ്. ഞാൻ വൈദ്യരോട് പറഞ്ഞു, വൈദ്യരെ ഞാൻ ഇന്നലെ ഒന്ന് വീണു, എനിക്ക് നല്ല വേദനയുണ്ട്. അയാൾ പറഞ്ഞു, അച്ഛൻ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. എൻ്റെ തള്ളവല്ലേക്ക് അയാൾ പിടിയും തുടങ്ങി. ഇങ്ങനെ പിരിച്ച് തിരുമ്മി എന്നോട് ചോദിക്കും, അച്ഛൻ ഏത് സഭയിലെ അച്ഛൻ കല്യാണം കഴിച്ചാണ്, അച്ഛൻ്റെ ഭാര്യയുടെ പേരൻ, അച്ഛൻ്റെ പിള്ളേരുണ്ട്, അച്ഛൻ്റെ സ്വന്തം നാടോടെ 10-35 ചോദ്യം LIC ഏജൻറ്റന്മാർ ചോദിക്കുന്ന പോലെ. എനിക്ക് ദേഷ്യം വന്ന് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും, നൊന്തിട്ടിരിക്കാൻ വയ്യ, ഭയങ്കര വേദന എടുക്കുകയാണ്. ഇങ്ങനെ ചോദിച്ച് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് അദ്ദേഹം കുഴമ്പ് കൂട്ടി ഒറ്റപ്പെടുത്താം. കിടോന്ന് കേട്ടു. ഇങ്ങനെ കുഴ തെറ്റിപ്പോയത് ശരിയാക്കിയതാണ്. കിടോന്ന് കേട്ടു. ഞാൻ ആ വൈദ്യശാല കിടന്നു, അയ്യോ എന്ന് നിലവിളിച്ചു. എന്നിട്ട് അയാൾ എന്നെ പഠിപ്പിച്ച തിയോളജി, അച്ഛ ഓർത്തോണം, തെറ്റിപ്പോയതൊക്കെ ശരിപ്പെട്ട് വരുമ്പോൾ സ്വല്പം നോവും. എന്നെ അദ്ദേഹം പഠിപ്പിച്ച തിയോളജിയാണ്. എന്നെ കൊറിയയിലും പഠിപ്പിച്ചില്ല, കോട്ടയത്തും പഠിപ്പിച്ചില്ല ആ തിയോളജി. തെറ്റിപ്പോയതൊക്കെ ശരിപ്പെട്ട് വരുമ്പോൾ സ്വല്പം നോവും. പ്രിയപ്പെട്ടവരെ, അല്പം നോവാതെ ദൈവത്തോടെ യാത്ര സാധ്യമല്ല. അല്പം നോവും. നിന്റെ ഈ ജീവിതയാത്രയിൽ പിന്നെയുള്ളത് മറക്ക്. ഇതുവരെയും ജീവിച്ചതിനെ ഗണ്യമാക്കേണ്ട. ദൈവം ക്ഷമിക്കട്ടെ. പുതിയൊരു ജീവിതത്തിനാണ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പുതിയ ആരംഭം കുറിക്കുക. ഒരു കൽത്തൂൺ നാട്, മൈൽ സ്റ്റോൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഒരു നാഴികക്കല്ല് നമ്മുടെ ജീവിതയാത്രയിൽ. ഒരു നാഴികക്കല്ലാണ് നമ്മുടെ മാനസാന്തരം. വൈകാരികമായ തലത്തിലിരുന്നാൽ പോരാ മാനസാന്തരം. നമ്മളൊക്കെ ദുഃഖവെള്ളിയാഴ്ച മാനസാന്തരപ്പെടുന്നവരാണ്. അതുപോരാ, വൈകാരികമായ തലത്തിലിരുന്നാൽ പോരാ. അത് നമ്മുടെ ഒരു ജീവിതത്തിലൊരു നാഴികക്കല്ലായുമാണ്. എൻ്റെ പിതാവിന് സംഭവിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. മാറ്റിമറിച്ച തീരുമാനം, കീഴ്മേൽ മറിച്ച ജീവിതം, ശക്തമായ തീരുമാനം. വലിയ നഷ്ടം സംഭവിച്ചു. ഞാൻ ഇന്നു മുതൽ ദൈവപൈതലായി ജീവിക്കും. ഒരു തീരുമാനം എടുക്കണം. തീരുമാനത്തിൻ്റെ കൽത്തൂൺ നാട്ടണം. പിന്നെയും യാക്കോബ് യാത്ര തുടർന്നു. ജീവിതയാത്രയാണല്ലോ. നടന്ന് എത്തിയത് എവിടെയാണ്?
പദ്ദനരാമിലാണ്. പദ്ദനരാമിൽ അമ്മാവൻ്റെ വീടാണ്. അവിടെ ഈ മാനസാന്തരപ്പെട്ടവർക്ക് പറ്റിയൊരു സ്ഥലമല്ല. നമ്മളൊക്കെ അങ്ങ് പള്ളിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ, അല്ലേ? ഇത്രയും നല്ല മനുഷ്യരുണ്ടോ? പള്ളിയിൽ തന്നെ അങ്ങ് ഇരിക്കണം. എനിക്കൊരു പ്രാർത്ഥനയാണ്, കർത്താവ് വരുമ്പോൾ ഞായറാഴ്ച വരണമെന്ന്. ഞായറാഴ്ച ഒരു 11 മണിക്ക് മുമ്പ് കർത്താവ് വരികയാണെങ്കിൽ നമ്മൾ പലരും കർത്താവിൻ്റെ കൂടെ പോകും, ഒരു പ്രശ്നമില്ല. പക്ഷേ പള്ളി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരുമാതിരി മൊശയുടെ സ്വഭാവമാണ്. അയൽപക്കത്തെ ഒരു കോഴി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മുറ്റത്ത് നിൽക്കുന്ന കണ്ടാൽ നമുക്ക് സോക്കേട് വരും. അന്നേരം മാനസാന്തരപ്പെട്ടവർ നമ്മളങ്ങ് മറന്നുപോകും. പദ്ദനരാമിൽ ചെന്നപ്പോൾ മാനസാന്തരപ്പെട്ടവർക്ക് പറ്റിയൊരു ചുറ്റുപാടല്ല. ആദ്യം സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കണ്ട്, അപ്പോൾ പകുതി മാനസാന്തരം പോയി. പലരുടെയും മാനസാന്തരം പോകാൻ ഈ സൗന്ദര്യമൊന്നും വേണമെന്നില്ല. നമ്മുടെ മാനസാന്തരത്തെ ബാധിക്കുന്ന 3 Ws ഉണ്ട്. 3 Ws. ഇപ്പം എല്ലാം WWW ആണല്ലോ. ഒന്നാമത്തെ W വെൽത്ത്, പണം. അവിഹിത മാർഗത്തിൽ പണം സമ്പാദിക്കുന്നവൻ മാനസാന്തരപ്പെട്ടവനല്ല. ചിലരതുകൊണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞേ മാനസാന്തരപ്പെടത്തുള്ളൂ. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മേശയുടെ അടിയിലാണ് കയ്യെ. റിട്ടയർ ചെയ്ത് പ്രൈസ് ദി ലോർഡ് കയ്യൊക്കെ അങ്ങ് പൊക്കും. അവിഹിത മാർഗത്തിൽ പണം സമ്പാദിക്കുന്നതിന് അത്യാർത്ഥി പണത്തോട് കാണിക്കുന്നവന് മാനസാന്തരപ്പെട്ടവനല്ല. അവിടെ മാനസാന്തരത്തെ ബാധിക്കുന്ന ഒന്നാണ് വെൽത്ത്. രണ്ടാമത്തെ W വൈൻ അല്ലെങ്കിൽ മദ്യം. നമ്മുടെ ക്രിസ്ത്യാനികളെയാണ് ഏറ്റവും കൂടുതൽ മദ്യം ബാധിച്ചേക്കുന്നത്. ഈ വർഷം എറണാകുളം ജില്ല ഫസ്റ്റ് കൊണ്ടുപോയി ഓണത്തിന് ഏറ്റവും കൂടുതൽ കുടിച്ചതിൻ്റെ. ക്രിസ്ത്യാനിയുടെ ജില്ലയാണ്. കുടിച്ചു വെച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റും. അതാ ഇതിലൊക്കെ. ഞാനൊരു മാർത്തമ്മ പള്ളി പ്രസംഗിക്കാൻ പോയപ്പോൾ അങ്ങോട്ട് കയറുകയാണ്, പള്ളിയിലോട്ട് കയറുകയാണ്. അപ്പോൾ പള്ളിയുടെ ആ മറവിന് നിന്ന് 3 കുഞ്ഞുങ്ങൾ, +2 പഠിക്കുന്ന 3 കുട്ടികൾ എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യമാണ്. എന്താ മക്കളെ? ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അങ്കിൾ മദ്യപിച്ചിട്ടാണ് വരുന്നതെന്ന് കുട്ടികൾ എന്നോട് പറയാണ്. 17 വയസ്സുള്ള കുട്ടികൾ എന്നോട് പറയുകയാണ്, ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അങ്കിൾ മദ്യപിച്ചിട്ടാണ് വരുന്നതെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞില്ലേ? ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനോട് മിണ്ടാനൊക്കെ ഇതില്ല, അച്ഛനെ പറപ്പിക്കുമെന്ന് പറഞ്ഞു. വലിയ പുള്ളികളാണ്, അവർക്കാണല്ലോ സോക്കേട് കൂടുതൽ. മദ്യം എത്ര കുടുംബങ്ങളാണ് തകർത്തെറിയുന്നത്. മദ്യം ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന, ബാധിച്ചിരിക്കുന്ന തീരാശാപമാണ് മദ്യം. മൂന്നാമത്തെ W വിമൻ അല്ലെങ്കിൽ സെക്സ്, ജഡമോഹം. നമ്മുടെ മാനസാന്തര ദൈവത്തോടു കൂടെയുള്ള യാത്രയിൽ നമ്മളെ ബാധിക്കുന്ന 3 Wsനെ ബാധിക്കാവുന്ന 3 Wsനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പദ്ദനരാമിൽ ചെന്നപ്പോൾ സൗന്ദര്യമുള്ള പെണ്ണ്, അവൻ്റെ മുറപ്പെണ്ണാണ്. അവളെ കണ്ടപ്പോൾ കല്യാണം കഴിക്കണം അവകാശപ്പെട്ടതാണ്. അപ്പം അമ്മാവനോട് എനിക്ക് അവളെ കെട്ടണം. ഉടനെ പറഞ്ഞു, അങ്ങനൊന്നും കെട്ടിക്കത്തില്ല, പെട്ടെന്നൊന്നും കെട്ടിക്ക, ഒരു 7 വർഷം നിന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടേ കെട്ടിക്കത്തുള്ളൂ. നമുക്കിപ്പോൾ അങ്ങനൊന്നും ഇല്ലല്ലോ, ഇല്ല, ഇന്ന് കണ്ട് നാളെ കെട്ടുക. ഞങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. തിങ്കളാഴ്ച അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് വരും, ചൊവ്വാഴ്ച പോയി പെണ്ണ് കാണും, ബുധനാഴ്ച ആലപ്പാട്ടിൽ നിന്ന് പൊട്ടും, ശീമാറ്റിൽ നിന്ന് പട്ടും എടുക്കും, വ്യാഴാഴ്ച കെട്ടും, ബുധനാഴ്ച ശനിയാഴ്ച പൊട്ടും. അങ്ങനെ സാധാരണ ഇന്ന് കെട്ടും മറ്റന്നാൾ പൊട്ടും. അങ്ങനൊരു സ്ഥിതിയിലാണ്. ഒരു പഠിത്തവും ഇല്ലാതെ ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? നിങ്ങൾ ഞാൻ വിവാഹത്തിന് 2 മക്കളുടെ പിതാവുമാണ്. എൻ്റെ മക്കളും വിവാഹിതരാണെങ്കിലും ഞായറാഴ്ച വരുന്ന മാട്രിമോണിയൽ കോളങ്ങളൊക്കെ ഞാൻ പരിശോധിക്കും, ആരും കാണാതെ. അതിൻ്റെ അപ്പൻ്റെ പരസ്യം കാണാം, എൻ്റെ പെണ്ണിന് ഒരു ചെറുക്കനെ വേണം, എന്തൊക്കെയാണ് ശമ്പളം, എന്തൊക്കെയാണ് വേണ്ടിയ ഡിമാൻഡ്, 6 അക്ക ശമ്പളം, പിന്നെ 6 അടി നീളം, ഗോതമ്പിൻ്റെ നിറം, ജാതിയോ മതമോ പ്രശ്നമല്ല, 6 അടി നീളവും 6 അക്ക ശമ്പളവും ഗോതമ്പിൻ്റെ നിറമുള്ള ഏത് കോന്തനും ഞാൻ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും. അതാണ് തിങ്കളാഴ്ച കെട്ടും ചൊവ്വാഴ്ച പൊട്ടും. ഇവിടെ ഈ പദ്ദനരാമിൽ ചെന്നപ്പോൾ അങ്ങനെയൊന്നും കെട്ടിക്കത്തില്ല. നിന്നെ ഇന്ന് പഠിച്ചിട്ട് കെട്ടിക്കുക. 7 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ കെട്ടാൻ നിന്ന് പറയാണ്, നീ തൽക്കാലം ചേട്ടത്തിയെ കെട്ട്. ചേട്ടത്തിക്കും അനിയത്തിയെ കെട്ടത്തില്ല, ചെറിയൊരു പോടക്കണ്ണുണ്ടെന്നേ ഉള്ളൂ, സാരമില്ല. അങ്ങനെ ചേട്ടത്തിയെ കെട്ടി. പിന്നെ 7 വർഷം അനിയത്തിക്ക് വേണ്ടി, 14 വർഷം 2 ഭാര്യമാർ, പിന്നെ 6 വർഷം ആടുമാടുകൾക്ക് വേണ്ടി. 20 വർഷത്തേക്ക് യാക്കോബ് ഓർത്തേ ഇല്ല മാനസാന്തരപ്പെട്ടവനാണെന്നുള്ള കാര്യം. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിത
ജീവിതത്തിൻ്റെ ആ തിരക്കേറിയ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടവരാണെന്നങ്ങ് മറന്നുപോകും. ലോകമോഹങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടവരാണ് നമ്മൾ മറന്നുപോകും. ഉത്തമഗീതം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് വേദപുസ്തകത്തിൽ. ആരാ എഴുതിയേ? ശലോമൻ എഴുതിയൊരു പുസ്തകമാണ് ഉത്തമഗീതം. അതൊരു നോവലാണ്, കവിതയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ശലോമോൻ്റെ ജീവചരിത്രം തന്നെയാണ് എന്നാണ് പറയുന്നത്. ശലോമോൻ സുന്ദരനും പരിജ്ഞാനിയും വലിയ തന്ത്രജ്ഞനും 18-ാമത്തെ വയസ്സിൽ രാജാവായ ആളൊക്കെയാണ്. അദ്ദേഹം കഴിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര ആഡംബര പ്രിയൻ, സുന്ദരൻ, നല്ല ചുറിയുറുക്കുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് അങ്ങ് ദൂരെ ശൂനേം എന്ന് പറയുന്ന സ്ഥലത്തൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ചിലപ്പോഴൊക്കെ ആ മുന്തിരി കൃഷി ഇടയന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ആ മുന്തിരിത്തോട്ടം സന്ദർശിക്കാറുണ്ട്. ഒരിക്കൽ രാജാവ് എഴുന്നള്ളിയപ്പോൾ ആ രാജാവിന് വലിയ വിരുന്നൊരുക്കി ആ ഇടയന്മാരെല്ലാം കൂടെ. ആ വിരുന്ന് വലിയ വിഭവസമൃദ്ധമായ വിരുന്നാണ്. അത് വിളമ്പിയത് ഈ ഇടയന്മാരുടെ സഹോദരിയായൊരു പെൺകുട്ടിയാണ്. ശൂനേങ്കാരി പെൺകുട്ടി, കറുത്ത നിറം, യാതൊരു ആകർഷണീയതയില്ലാത്ത പെൺകുട്ടിയാണ്. അവളാണ് ഈ ഭക്ഷണം വിളമ്പിയത്. പക്ഷേ ഈ മഹാനായ മഹാരാജാവിൻ്റെ കണ്ണിൽ ഇവളെ അങ്ങ് പിടിച്ചു, ഇവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ലോകം ഞെട്ടിപ്പോയി. സഹോദരന്മാരോട് പറയുകയാണ്, ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം. വെറുതെ എൻ്റെ വെപ്പാട്ടിമാരിലൊരാളാക്കാനല്ല, എൻ്റെ മഹാരാജ്ഞിയാക്കാൻ ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരന്മാർ പോയി പെണ്ണിനോട് പറഞ്ഞു, നീ അറിഞ്ഞോ, നിനക്കിതാ വലിയ ഐശ്വര്യം വരാൻ പോകുന്നു, മഹാലക്ഷ്മി വരാൻ പോകുന്നു, നിന്നെ മഹാരാജാവ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നീ പെങ്കൊച്ച് പറയാം, എനിക്ക് രാജാവിനെ വേണ്ട, ഞാൻ വിവാഹം കഴിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഈ പെണ്ണിന് ഭ്രാന്താണ്. അപ്പോൾ ഭയന്ന് വിറച്ചാണ് ഈ സഹോദരന്മാർ എന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവെ ക്ഷമിക്കണം, ഞങ്ങളുടെ സഹോദരി സമ്മതിക്കുന്നില്ല. പിന്നെ രാജാവ് പറഞ്ഞു, അവളെ എൻ്റെ വസന്തകാല കൊട്ടാരത്തിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വസന്തകാല കൊട്ടാരത്തിൽ രാജാവ് വലിയ സ്വർണ്ണ സിംഹാസനത്തിൽ ആരൂഢനായി രാജാവിൻ്റെ സകല വേഷഭൂഷാദികളും ധരിച്ച് സർവ്വ ആഡംബരത്തോടും കൊണ്ട് രാജാവ് സിംഹാസനത്തിലിരുന്നു. എന്ന് യെരുശലേമിലുള്ള എല്ലാ നർത്തകിമാരെയും പാട്ടുകാരെയും വിളിച്ച് രാജാവിൻ്റെ സൗന്ദര്യത്തെയും രാജാവിൻ്റെ മഹാത്മ്യത്തെയും പ്രകീർത്തിക്കുന്ന പാട്ടുകൾ പാടി നൃത്തം ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി രാജാവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന പാട്ടുകൾ പാടിക്കൊണ്ട് നർത്തനമാടി പാട്ടുപാടി. പക്ഷേ ഇതൊന്നും ഇവളെ ആകർഷിച്ചില്ല. അന്നേരം ഇവള് പറയാണ്, യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകെ. അവൾ പറയാ, എനിക്കിതൊന്നും ബാധകമല്ല, ഇതെല്ലാം എന്നെ എന്തെല്ലാം ആകർഷിച്ചാലും എനിക്ക് നിന്നെ മതി എന്ന് പറയാ ഇവള്. രാജാവിനെ വേണ്ട. രാജാവ് പരാജയപ്പെട്ട്, ബുദ്ധിമാനായ രാജാവ്. പിന്നെ രാജാവ് അറ്റകൈ പ്രയോഗിച്ചു. അറ്റകൈ എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീകളെയും ആകർഷിക്കാൻ കഴിയുന്നതാണ് സ്വർണം, അല്ലേ? സ്വർണം. രാജാവ് 1000 പട്ടാളക്കാരെ, കുതിരപ്പട്ടാളക്കാരെ ഏർപ്പാട് ചെയ്തു. ആ കുതിരപ്പട്ടാളക്കാർക്ക് സ്വർണ്ണ നിറമുള്ള ആടയാഭരണങ്ങൾ ധരിക്കാൻ പറഞ്ഞു. സ്വർണ്ണ നിറമുള്ള തൊപ്പി ധരിച്ചു. രാജാവ് സ്വർണ്ണ നിറമുള്ള വേഷങ്ങൾ അണിഞ്ഞ് ഇങ്ങനെ ഈ 1000 പട്ടാളക്കാരിങ്ങനെ മാർച്ച് ചെയ്യുകയാണ്. ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഈ പടച്ചട്ടകളും ഈ തൊപ്പിയെല്ലാം കൂടി ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. ഇത് കണ്ടാൽ ഏത് പെൺകുട്ടിയാണ് വീഴാത്തത്? ഏത് പെൺകുട്ടിക്കും ആകർഷണീയ തോന്നത്തക്കവാണെങ്കിൽ സ്വർണത്തിൻ്റെ സ്വർണ്ണമയം. അന്നേരം ഇവള് പാടുകയാണ്, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞിലോ. ഇവൾ പറയും, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി എന്ന് തന്നെ അവൾ പറയുകയാണ്. ഇപ്പം രാജാവിന് മനസ്സിൻ്റെ എൻ്റെ കുഴപ്പമുണ്ട്. അവളെ വിളിച്ചു ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം എന്താണ്? പിന്നെ അവൾ പറഞ്ഞ കഥയാണ് ഉത്തമഗീതം. അവൾ പറഞ്ഞു, രാജാവേ, എൻ്റെ ബാല്യപ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയതാണ്. തുടർന്ന് എന്നെ വളർത്തിയത് എൻ്റെ സഹോദരന്മാരാണ്. അവരുടെ ആടുകളെ തീറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. രാവിലെ ആടുകളെയും കൊണ്ട് പോകും, വൈകിട്ട് തിരിച്ചു വരും.
ഒരിക്കൽ ഞാനിങ്ങനെ ഒരു വേനൽക്കാലത്ത് ഗിലെയാദ് മലഞ്ചെരുവിൽ ആടുകളെ വിട്ടിട്ട് ഞാനൊരു മരത്തിൻ്റെ കീഴിൽ, ഒരു നാരകത്തിൻ്റെ കീഴിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. ഞാനൊരു തട്ടുമുട്ട് ശബ്ദമൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഇടയ ചെറുക്കൻ, ദേഹം മുഴുവൻ മുറിവേറ്റിരിക്കുന്ന അവനൊരു ഹിംസ്ര മൃഗവുമായി മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ഉറങ്ങിക്കിടന്ന് എന്നെ കടിച്ചു കയറാനായിട്ട് വന്ന ആ ക്രൂരമൃഗത്തെ എവിടെ നിന്നോ കണ്ട് ഇടയനായ ഒരു ചെറുക്കൻ വന്നതിനുമായിട്ട് മല്ല് പിടിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടി, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് വകവെക്കാതെ ആ മൃഗവുമായിട്ട് മൽപ്പിടുത്തം നടത്തി. അവനെ കൊന്നേനെ ആ മൃഗം, പക്ഷേ അവൻ ആ മൃഗത്തെ കീഴ്പ്പെടുത്തി. രക്തമൊലിക്കുന്ന മുഖത്തോടുകൂടെ ശരീരത്തോടെ അവൻ നിന്നു. അവന് കണ്ടാൽ ആകർഷിക്കത്തക്ക യാതൊരു സൗന്ദര്യവും ഇല്ല. രാജാവിനെ പോലെ അവന് കൊട്ടാരമില്ല, അവന് മണിമന്ദിരങ്ങളില്ല, അവൻ താമസിക്കുന്ന പുൽപ്പുറങ്ങളിലാണ്. പക്ഷേ എൻ്റെ ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാരനോട് ആ നാരകത്തിൻ്റെ ചുവട്ടി വെച്ച് ഞാൻ പറഞ്ഞു, രാജാവേ, എന്നെ രക്ഷിച്ചവനായ പ്രിയപ്പെട്ടവനെ, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. അന്ന് ഞാനൊരു തീരുമാനമെടുത്ത രാജാവേ, ആ തീരുമാനത്തെ തന്നെ വ്യതിചലിപ്പിക്കുവാൻ രാജാവിനെന്നല്ല ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അതാണ് എൻ്റെ തീരുമാനം. രാജാവ് പറഞ്ഞു, ഇടയ ചെറുക്കനെ വരുത്താൻ പറഞ്ഞു, ഇടയനെ വരുത്താൻ പറഞ്ഞു. അവരുടെ ഒരുമിച്ച് വിവാഹങ്ങൾ ജീവിക്കാൻ അനുവദിച്ചെന്നാണ് ഉത്തമഗീതത്തിലെ കഥ. ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളും ആകർഷണീയതകളും വരുമ്പോൾ എനിക്ക് വേണ്ടി മുറിവേറ്റവനായി എന്നെ രക്ഷിച്ചവനായ യേശുവിനെ മറക്കാൻ പാടില്ല. പദ്ദനരാമിൽ ചെന്ന് അവിടുത്തെ ജീവിതത്തിൻ്റെ സമൃദ്ധി കണ്ടപ്പോൾ യാക്കോബ് മറന്നുപോയി താൻ തീരുമാനമെടുത്തവനാണെന്ന്. പക്ഷെ ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, യാക്കോബേ, നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, നീ മടങ്ങണം. എങ്ങോട്ട് മടങ്ങണം? നീ ആ തീരുമാനമെടുത്തിടത്തേക്ക് മടങ്ങണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം തീരുമാനത്തിന് കഴുത്തു നാട്ടിയത് നമ്മുടെ കുഞ്ഞ് ICU കിടക്കുമ്പോഴാകാം. ഒരുപക്ഷെ നമ്മൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നപ്പോഴാകാം. കർത്താവേ, എന്നെ ജീവനോടെ കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചത് അന്നാകാം. പക്ഷേ ജീവിത യാത്രയിൽ നമ്മളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഒരു മടക്കയാത്രയായി തീരണം. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനം എടുത്ത അവസ്ഥയിലേക്ക് മടങ്ങണം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എന്താണ് ആദ്യ സ്നേഹം? എൻ്റെ ഇംഗ്ലീഷ് ഹണിമൂൺ ലവ് എന്നാണ്. ഹണിമൂൺ ലവ്. വിവാഹത്തിലെ ശുശ്രൂഷ മധ്യേ പട്ടക്കാരൻ കൈപിടിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു കോരിത്തെരിപ്പുണ്ടല്ലോ, ഏത് പ്രായമായാലും അത് മാറാൻ പാടില്ല. അതാണ് ആദ്യ സ്നേഹം. യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഒരു മടക്കയാത്രയുടെ രാത്രിയായി തീരണം. ഈ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടായപ്പോൾ യാക്കോബ് ഭാര്യമാരെയും പിള്ളാരെയും ആടുമാടും എല്ലാം കൂട്ടിക്കൊണ്ട് യാത്ര പോയി. 3 ദിവസം കഴിഞ്ഞാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് പോയെന്ന്. ലാബാൻ പുറകെ വെച്ച് പിടിച്ചു. 7-ാമത്തെ ദിവസം ഒരുമിച്ചെത്തി. യാക്കോബിൻ്റെ കൂടെ എത്തി. 31-ാം അധ്യായം 45-ാമത്തെ വാക്ക്, ഉൽപ്പത്തി 31:45. യാക്കോബും ലാബാനും കൂടെ കണ്ടെടുത്ത് 2-ാമത്തെ കൽത്തൂൺ നാട്ടി. ഉൽപ്പത്തി 31:45 വായിച്ചത്. പിന്നെ വീട്ടിൽ പോയി വായിച്ച. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് ഊണായി നിർത്തി. ലാബാന് നെഹർ സഹദൂത, സാക്ഷ്യത്തിൻ്റെ കൽത്തൂൺ എന്ന് പേരിട്ടു. യാക്കോബ് ലാബാനും കൂടെ കണ്ടുമുട്ടിയെടുത്ത് 2-ാമത്തെ കൽത്തൂൺ, സാക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ വേർപാടിൻ്റെ കൽത്തൂൺ. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഗുണത്തിനാകട്ടെ ദോഷത്തിനാകട്ടെ ഞാൻ അങ്ങോട്ടോ നീ ഇങ്ങോട്ടോ വരാതിരിക്കത്തക്കവണ്ണം ഇതെനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന് വേണ്ടി നീ ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലരോടൊക്കെ നോ പറയണം. എങ്ങനെയും ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. വിടേണ്ടത് വിടണം. ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം. എത്ര ശക്തമായിരുന്നു ആ സാക്ഷ്യമെന്നറിയാമോ? യാക്കോബും മക്കളും കൂടെ പട്ടിണി കിടന്ന് ചാകാൻ തുടങ്ങിയപ്പോൾ യാക്കോബ് അമ്മായിയപ്പൻ്റെ അടുത്തോട്ട് വിട്ടില്ല മക്കളെ. ഭർവൻ, അന്യജാതിക്കാനായ ഭർവൻ്റെ കൊട്ടാരത്തിലേക്കാണ് വിട്ടത്. കാരണം ഞാനത് ഉപേക്ഷിച്ചതാണ്. ഞാൻ വെറുത്തേറ്റ് പറഞ്ഞ പാപങ്ങൾ ഇനി എൻ്റെ മേൽ കർത്തൃത്വം നടത്തിയില്ല എന്ന് ഉറപ്പെനിക്ക് തരയണമേ. നമ്മൾ വെറുത്തേറ്റ് പറഞ്ഞ പാപങ്ങളെ അകറ്റണം. നമ്മൾ പലപ്പോഴും മാനസാന്തരപ്പെട്ടെങ്കിലും അതൊക്കെ വളരാനൊക്കാത്തത് നമ്മൾ പലരെയും കൊണ്ട് നടക്കുന്നവരാണ്. നമുക്ക് നോ പറയാൻ സാധിക്കുന്നില്ല, വിട പറയാൻ സാധിക്കുന്നില്ല. ശക്തമായൊരു തീരുമാനം എടുക്കണം. ഞാൻ വെറുത്തേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇനി എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ആ ഒരു വലിയ ശക്തമായ തീരുമാനം എടുക്കണം. അല്ലാതെ നമുക്ക് ദൈവത്തോടെ യാത്ര സാധിക്കും. ഈ പൊത്തുവരുത്തത്തിലുള്ള ഒഴുകപ്പരുവത്തിലുള്ളൊരു ജീവിതം പോരാ.
ശക്തമായ തീരുമാനം എടുക്കണം. ഗുണത്തിനാകട്ടെ ദോഷത്തിനാകട്ടെ ഞാൻ അങ്ങോട്ടോ നീ ഇങ്ങോട്ടോ വരാതിരിക്കത്തക്കവണ്ണം ഇതെനിക്ക് നിനക്ക് മധ്യ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. രണ്ടാമത്തെ കൽത്തൂൺ അതാണ്, സാക്ഷ്യത്തിൻ്റെ കൽത്തൂൺ അല്ലെങ്കിൽ വേർപാടിൻ്റെ കൽത്തൂൺ. പിന്നെയും യാത്ര തുടർന്നു. യാക്കോബ് പോവുകയാണ്, ബഥേലിലേക്ക് മടങ്ങുകയാണ്. ആ പോകുന്ന വഴിക്ക് അറിഞ്ഞു ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏത് ജ്യേഷ്ഠനാണ്? കളിപ്പിച്ചിട്ട് പോയതാണ്. ഏശാവ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യാക്കോബ് ആ റാസ് ആഘോഷയാത്ര എന്ന് ക്രമീകരിക്കുന്നു. എന്താ ക്രമീകരണം? ഏറ്റവും മുമ്പിൽ വേലക്കാർ, അതിൻ്റെ തൊട്ടുപിറകിൽ വെപ്പാട്ടിമാർ, അതിൻ്റെ തൊട്ടുപിറകിൽ കോങ്കണ്ണുള്ള ഭാര്യ, ഏറ്റവും പിറകിൽ സുന്ദരി ഭാര്യ, അതിൻ്റെ പുറകിൽ യാക്കോബ്. കാരണം ദേഷ്യപ്പെട്ട ഏശാവ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ തട്ട വലിയ മിടുക്കനാണ്. നടന്നു കിടന്ന ആ ഘോഷയാത്ര യാബോക്ക് നദിയുടെ തീരത്തെത്തി. എല്ലാം അക്കരെ കടന്നു. യാക്കോബ് തനിയെ ഇക്കരെ ശേഷിച്ചു. അപ്പോൾ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കണ്ടതാരാണ്? ആരാണത്? ചൊവ്വായും വെള്ളിയാണേ ഭൂതം, അല്ലേ? ഞങ്ങളുടെ അവിടെയൊക്കെ ഭൂതം ഇറങ്ങുന്നത് ചൊവ്വായും വെള്ളിയോ. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ചയെ വെക്കത്തുള്ളൂ, ഭൂതത്തിൻ്റെ ദിവസമാണെന്ന് പറയാം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കണ്ടു. യാക്കോബിന് മനസ്സിലായി ദൈവമാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. യാക്കോബ് പോയി അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ യാക്കോബ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ പിതാക്കന്മാരെ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവമായ യഹോവേ എന്ന് പറഞ്ഞാൽ നല്ല പാരമ്പര്യമുള്ളവൻ, നല്ല പാരമ്പര്യമല്ല അല്ല അനുഗ്രഹം. എന്നെ പിന്നെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമോ? പിന്നെന്താ പറയുക? മഹാധനികനായിരുന്നു യാക്കോബ്, ധനവുമല്ല അനുഗ്രഹം. പിന്നെന്താണ് അനുഗ്രഹം? നിങ്ങളെല്ലാവരും പറഞ്ഞില്ല എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. എന്തോ അനുഗ്രഹം? എന്തോ അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്നതാണ് അനുഗ്രഹം. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്നതാണ് അനുഗ്രഹം. എന്നെ അനുഗ്രഹിച്ചല്ല, നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? ഹു ആർ യു? ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷ് അല്ലേ? ഗോഡ് ഈസ് ലവ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്ന ഇംഗ്ലീഷാണ് വാട്ട് ഈസ് യുവർ നെയിം. നമുക്കറിയാൻ വയ്യാത്തൊന്നും ദൈവം ചോദിക്കത്തില്ല. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. ഇപ്പം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിലോട്ട് പ്രവേശിക്കണമെങ്കിൽ നിഖ്യാ വിശ്വാസ പ്രമാണം പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് ജയിക്കും? നിഖ്യാ വിശ്വാസ പ്രമാണം തെറ്റാതെ പറയാൻ കഴിഞ്ഞ എത്ര പേരുണ്ട്? പോട്ടെ, സ്വർഗസ്വ പ്രാർത്ഥന തെറ്റാതെ പറയാൻ പറഞ്ഞാൽ എത്ര പേര് പറയും? തെറ്റാ പറയുമോ സ്വർഗസ്വ പ്രാർത്ഥന? നിർത്തി എന്ന് പറഞ്ഞു നമ്മൾ തുടങ്ങി അടിച്ചങ്ങ് വിടുകയാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ടതൊന്നും ആദ്യം നിർത്തുന്ന പുള്ളിക്കൊരു സമ്മാനം കിട്ടുമെന്നുള്ള മട്ടിലാണ്. അങ്ങനത്തെ ചോദ്യം ഒന്നും ദൈവം ചോദിക്കത്തില്ല. വാട്ട് ഈസ് യുവർ നെയിം? ഹു ആർ യു? സത്യത്തിൽ നമുക്കറിയാൻ വയ്യാത്ത ഏക കാര്യം നമ്മൾ ആരാണെന്നുള്ളതാണ്. അയൽക്കാരൻ ആരാണെന്ന് അവനേക്കാട്ടി കൂടുതൽ നമുക്കറിയാം. എൻ്റെ അച്ഛ, ഞാൻ പറയാച്ച, നിക്കച്ചാന്ന് പറഞ്ഞു തുടങ്ങിയാൽ അയ്യോ 2 ദിവസം പറഞ്ഞാലും തീരും. നമ്മുടെ കാര്യമാണ് പേരും പറയും നാളും പറയും, വയസ്സുപോലെ ശരിക്കും പറയത്തില്ല. നീ ആരാകണമെങ്കിൽ ആരാണെന്ന് സമ്മതിക്കണം. ദൈവം ഇങ്ങനെ നമ്മൾ സിലബസിലില്ലാത്ത ചോദ്യം ചോദിക്കും. ഇതെന്ത് സിമ്പിൾ ചോദ്യം അല്ലേ? വാട്ട് ഈസ് യുവർ നെയിം? രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. കർത്താവ് ഇങ്ങനെ സിലബസിലില്ലാത്ത ചോദ്യം ചോദിക്കും. രണ്ടാമത്തെ വരവെങ്കിൽ എന്തോ ചോദിക്കാൻ പോകുന്നേ? രണ്ടാമത്തെ വരവെങ്കിൽ ചില പിള്ളേരൊക്കെ SLC പരീക്ഷ ഇങ്ങനെ കൈ ഓടുന്നതാണ്. എന്തോ പറ്റി മോളെ, പഠിച്ചുകൊണ്ട് വന്നല്ല അച്ഛാ ചോദിച്ചെന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കമ്മിറ്റിക്കാരൊക്കെ പലരും ഇങ്ങനെ കൈ ഓടും. എന്തോ പറ്റി സാറേ, പഠിച്ചുകൊണ്ട് വന്നല്ല അച്ഛാ ചോദിച്ചേ. എന്നോട് ചോദിക്കുക, എനിക്ക് വിശന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നോ? എനിക്ക് ദാഹിച്ച് നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ? ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ അച്ഛൻ അറിയാമല്ലോ, ഞാൻ വല്ലവർക്കും വല്ലതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും കൂട്ടമൊക്കെ നടന്നല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് സിലബസ് തരികയാണ്. കർത്താവ് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലുണ്ട്. എനിക്ക് വിശന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ. അത് നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പോയി എൻ്റെ മാർജിൽ TPV എന്ന് എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും. കർത്താവ് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് സിലബസിലില്ലെന്ന് പറഞ്ഞ് മാറരുത്. ഹു ആർ യു? യാക്കോബിനോട് ചോദിച്ചു, ഹു ആർ യു? 20 വർഷം മുമ്പ് ഈ ചോദ്യം കണ്ണ് കാണാൻ വയ്യാത്ത അപ്പച്ചൻ ചോദിച്ചതാണ് അല്ലേ? മോനെ ആരാടാ? അന്നേരം എന്താ പറഞ്ഞേ? ഒരു സംശയമില്ലാതെ പറഞ്ഞു, ഏശാവ്. എടാ കുഞ്ഞെ, ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെ വീട്ടിരിക്കുന്നല്ലോടാ, പാവത്തിന് കണ്ണ് കാണാൻ വയ്യ. അവനെ അകത്തോട്ട് ചെന്ന് ബെറോഡായി എന്ന് പറഞ്ഞൊരു സെറ്റർ വിട്ടുകൊണ്ട് വന്ന് തൊട്ട് നോക്കുന്നവന് കളിപ്പിച്ചതാണ്.
കമ്പിളി ഉടുപ്പ് ഇട്ടുകൊണ്ട് എന്നാ തൊട്ട് നോക്ക്. ആ പുള്ളി മാനസാന്തരപ്പെട്ടെന്ന് കേൾക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും പോയി സാക്ഷ്യവും പറയാറുണ്ട്. ഇതൊക്കെ കർത്താവിനറിയാം. ഇതൊക്കെ ഈ മാനസാന്തരപ്പെടാതെ ഇതൊക്കെ പറ്റുമെന്നറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ ആരാണ്? 20 വർഷം മുമ്പ് ഏശാവെന്ന് പറഞ്ഞു, ഇപ്പം പറയുകയാണ് ഞാൻ യാക്കോബാണ്. മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി അതാണ്, നീ ആരാണെന്ന് സമ്മതിക്കുക. 20 വർഷം ഏശാവാണെന്ന് പറഞ്ഞു ഞാൻ യാക്കോബാണ്. ഉടനെ എന്താ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞെന്നറിയാവോ? നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. നിന്റെ പേര് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പ്രിൻസ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ പുത്രൻ. നിന്റെ പേര് ഇസ്രായേൽ എന്നാകും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ യാക്കോബ് ഒറ്റ ചാട്ടം നദിയിലോട്ട്. നമ്മുടെ ചില പുള്ളികൾ ഇങ്ങനെയാണ്, എന്തുവരും കേട്ട നദിയിൽ നിന്ന് മാറുന്നത്, നദി ചാടിക്കളയും. ഇവിടേക്ക് ആ സോക്കേടുണ്ടോ? ഒരു വലിയ പ്രസംഗം കേട്ടാണ് നദി ചാടുക. ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ പറഞ്ഞു, യാക്കോബ് കയറി നദി ചാടി. രാത്രിയിൽ കലങ്ങി ഒരു നദി ചാടി അക്കരെ നീന്തി കയറിയിട്ടും ദൈവം അവനെ വിളിക്കുന്ന യാക്കോബൻ തന്നെയാണ്. യാക്കോബൻ തന്നെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നില്ല. എന്തൊരു കളിയാ, എൻ്റെ പേര് മാറ്റാമെന്ന് പറഞ്ഞതല്ലേ ആന്നു. ഞാൻ നദി ചാടിയില്ലേ? ചാടി. നദി ചാടി എന്ന് പറഞ്ഞുകൊണ്ടോ പേര് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും പേര് മാറി ഈ കള്ള മാനസാന്തരം ദൈവത്തിൻ്റെ അടുത്ത് നടക്കുകയില്ല. ഇവിടെയൊക്കെ ഇപ്പോഴെങ്ങനെയാണ് 5 പേരെ കൊന്ന് ജയിലിൽ പോയാൽ തിരിച്ചു വരുന്ന ക്രൂസൈഡുകാരനായിട്ടാണ്. കുപ്പായത്തിൻ്റെ അത്ര ഇല്ലെന്നുള്ള അതുവരെ ഇറക്കമുള്ളൊരു ഉടുപ്പ് ഇട്ടുകൊണ്ട് മരിച്ചവർ ചാടുന്നു, കുരുടർ കാണുന്നു, ഒറ്റ ഇങ്ങനെ ഊതി താഴെ ഇടുക. എന്തെല്ലാം വേലയാ അല്ലേ? ഊതി താഴെ ഇടുക മനുഷ്യരെയൊക്കെ. ഒരു തിരുമേനിയുണ്ട് ഊതി താഴെ, കള്ള തിരുമേനി ഊതി താഴെ ഇടുക. എന്നോട് ഈയിടെ ആരാണ്ട് വിളിച്ചാൽ ആ ഊതി താഴെ ഇടുന്ന തിരുമേനിയുടെ നമ്പർ അറിയാവോ എന്ന്. ഞാൻ എൻ്റെ സഹോദരൻ എനിക്ക് മർത്തമാലെ തിരുമേനിയോടെ അറിയത്തില്ല, പിന്നെ ഊതി താഴെ തിരുമേനി. എന്തെല്ലാം വേലകളെ ഇറക്കുന്നേ. കള്ള മാനസാന്തരങ്ങളെ തിരിച്ചറിയണം, കള്ള നാണയങ്ങളെ തിരിച്ചറിയണം. ഉപദേശിയാകുകയാണ്. ഈ നായന്മാരുടെ ജീവിതത്തിൽ എന്തേലും ബിസിനസ്സൊക്കെ നടത്തി പൊട്ടൽ വരും. എങ്ങനെയാലും അല്ലെ പൊട്ടുമല്ലോ, ഇങ്ങനെ ആ ചരിത്രം. പൊട്ടിയാലാണ് എന്താ ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും കൂടെ ഒരു ചെറിയ ചായക്കട തുടങ്ങും. നല്ല ചായയും നല്ല പരിപ്പോടെയൊക്കെ കിട്ടും, ജീവിക്കാനാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പൊട്ടലുണ്ടായാലോ ഉടനെ ഉപദേശിയാവും. പിന്നെ LMS പേര് ബൈബിളൊക്കെ വാങ്ങിക്കും, പിന്നെ ശബ്ദമൊക്കെ അങ്ങ് മാറും. മുടന്തൊരു ചാടുന്നു, കുരുടർ കാണുന്നു, ശവങ്ങൾ ഓടുന്നു. കള്ള നാണയങ്ങളെ തിരിച്ചറിയണം. കള്ളമാനസാന്തരം. എൻ്റെ പള്ളിയിൽ, ഞാൻ കോട്ടയത്തൊരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു പുള്ളിയുടെ കാര്യം, ആ പുള്ളി അങ്ങ് ഈ മൂത്താ പിന്നെ മർത്തമ്മ എന്നും പോരാല്ലോ, പിന്നെ അങ്ങ് പള്ളി കയറാത്തവനാണ്, പിന്നെ അങ്ങ് പ്രസംഗിക്കാൻ പോവാന്നാണ് പറഞ്ഞത് എല്ലായിടത്തും. അവിടെ മോൻ എന്നോട് എന്ന് പറയാണ്, +2 പഠിക്കുന്ന ഒരു പയ്യൻ എന്നോട് പറയാം, ചാ എൻ്റെ അപ്പനുണ്ടല്ലോ അയാളുടെ കൈ വേദപുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊരവള്ളിക്ക് പിടിച്ചേനെ എന്ന് പറയാണ്. മോൻ പറയാണ്. ഉപദേശിച്ചാൽ മുന്നേ നടക്കുന്ന അയാളുടെ പരിപാടിയൊക്കെ എന്തോന്ന് അച്ഛൻ അറിയാമോ? എന്നോട് ചോദിക്കുകയാണ്. കള്ളത്തരങ്ങളെ മറച്ചു പിടിക്കാനുള്ള മാനസാന്തരം അല്ല. അങ്ങനെയൊന്നും കയറി ഇസ്രായേലാകത്തില്ല. ദൈവം പറയാം, നിന്റെ ഭാര്യ കള്ളിയാണ്, കള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവളാണ്. കള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ ഭർത്താവ് ഇസ്രായേലാകാൻ ഇച്ചിരി പൊളിക്കും. 35:14 ഉൽപ്പത്തി 35:14. മൂന്നാമത്തെ കൽത്തോൺ. ഈ കള്ള വിഗ്രഹങ്ങളെല്ലാം കൂടെ കണ്ടുപിടിച്ച് ഒരു കരിവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടപ്പോൾ ദൈവം അവനെ ഇസ്രായേൽ എന്ന് വിളിച്ചു. മൂന്നാമത്തെ കൽത്തൂൺ അതാണ്, ശുദ്ധീകരണത്തിൻ്റെ കൽത്തൂൺ. അപ്പോൾ മാനസാന്തരപ്പെട്ടാൽ പോരാ, വേർപെട്ട അനുഭവത്തിൽ ജീവിച്ചാൽ പോരാ, ശുദ്ധീകരണം പ്രാപിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപത്തെ നമ്മളെ വിടുവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. എല്ലാം ശരിയാണെന്ന് പറഞ്ഞത് ശരിയല്ല. എല്ലാം ശരിയാ, എല്ലാം നദിയും കടലിലോട്ട്. ഈയിടെ പിന്നെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഒരുത്തം ശബരിമലയ്ക്ക് പോയെന്ന് പറഞ്ഞ് കണ്ടില്ലേ? അച്ഛനും കപ്പ്യാരും ഒന്നുമല്ല ഉള്ള കള്ളൻ. ഇവിടെ കണ്ടാണല്ലോ വീട്, മനോജോ. അങ്ങനെ എവിടെയും പോകാനും എങ്ങനെയും പോകുന്നവനല്ല രക്ഷ. നാം രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ. അതുകൊണ്ട് നല്ലവരായി ജീവിച്ചാൽ പോരാ, വേർപെട്ട അനുഭവത്തിൽ നമ്മൾ ജീവിച്ചാൽ യേശുക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ അപ്പച്ചൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ച 2 ക്രിസ്ത്യാനികളാണ്. ഒന്ന് മർത്തമാക്കാരൻ, ഒന്ന് വേറെ സഭക്കാർ.
അവിടെ ഇടയിൽ നിന്നാണ് കർത്താവ് എൻ്റെ പിതാവിനെ പിടിച്ചത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പാപം പോക്കാൻ യേശുവിന് സാധിക്കും. നിന്റെ കുടുംബത്തിലേക്ക് യേശു പ്രവേശിച്ച എൻ്റെ കുടുംബജീവിതം അനുകരിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടു, സുവിശേഷത്തിൽ വിശ്വസിച്ചു, മാർത്തോമാ സഭയിലെ സുവിശേഷകനായി. ഒരു ഞായറാഴ്ച രാവിലെ, ഞങ്ങൾ മലയാളപ്പുഴയിൽ താമസിക്കുമ്പോൾ, ഒരു ഞായറാഴ്ച രാവിലെ വടശ്ശേരിക്കര എന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി പോകുമായിരുന്നു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകണം. പണ്ട് നടന്നാണ് പോകുന്നത്, ബസ്സില്ല, ബസ്സുണ്ടെങ്കിൽ തന്നെ പൈസ ഇല്ല. ഒരു ഞായറാഴ്ച രാവിലെ നടന്നു പോയി ഉദിമൂട് എന്ന സ്ഥലത്തൂടെ പോകണം. പോയപ്പോൾ അവിടെ ഒരു റോഡ് ബ്ലോക്കായിരിക്കുന്നു, ഒരു പഞ്ചായത്ത് റോഡ് ബ്ലോക്കായിരിക്കുന്നു. നടന്നു പോകാൻ വയ്യ. പോലീസ് വണ്ടി കിടക്കുന്നു, ആളുകൾ കൂടി നിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ വേഷവിധാനം ഒരു സുവിശേഷൻ്റെ വേഷവിധാനമായതുകൊണ്ട് സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായി, ഉപദേശി ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോവാണ്. അപ്പോൾ അപ്പം ചെന്ന് നടന്നു പോകാൻ വയ്യാത്ത പോലെ ആട് കൂടി നിന്നപ്പോൾ ആ സബ് ഇൻസ്പെക്ടർ വഴി മാറിക്കുക, ഉപദേശി പള്ളിയിൽ പോട്ടെ എന്ന് പറഞ്ഞ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ആളുകൾ മാറിയ സ്ഥലത്ത് ഒരു മൃതശരീരം കിടക്കുന്നു. കുത്തേറ്റ് രക്തം ഒലിച്ച് കിടക്കുന്ന, തലേ ദിവസം മരിച്ച ഒരു ഭീകരമായ നീറ് പൊതിഞ്ഞ് കിടക്കുന്ന ഒരു യുവാവിൻ്റെ മൃതശരീരം. അവിടെ കിടക്കുന്ന പോലീസ് വണ്ടിയിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. ആരാണെന്നറിയാമോ? എൻ്റെ അപ്പച്ചൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചിരുന്ന 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. തലേന്ന് മദ്യപിച്ച് കൂട്ടുകാരനെ കുത്തിക്കൊന്നു. ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ട് പോലീസ് വണ്ടിയിലിരിക്കുന്നു. അവരുടെ നേതാവായിരുന്ന KD കൃഷ്ണപിള്ള ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനല്ല, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായി ദേവാലയത്തിലേക്ക് പോകുന്നു. ഇതാണ് ശുദ്ധീകരണം. യേശു ക്രിസ്തുവിനല്ലാതെ ലോകത്തിലൊരു ശക്തിക്കോ വ്യക്തിക്കോ ഇങ്ങനൊരു പാപിയെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കത്തില്ല. ശുദ്ധീകരണത്തിൻ്റെ കൽത്തൂൺ നാട്ടണം. ശുദ്ധീകരണത്തിൻ്റെ കൽത്തൂൺ നാട്ടണം. 3-ാമത്തെ കൽത്തൂൺ. വീണ്ടും യാത്ര തുടർന്നു. 35:20. മതി. യാക്കോബ് നടന്ന് ബേത്തലെ എഫ്രാത്തയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അതിഭീകരമായ അതിദാരുണമായ ഒരു സംഭവമുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവത്തോടുകൂടി മരിച്ചു. ഒരു പൈതലിനെ ദാനം ചെയ്തിട്ട് ഭാര്യ മരിച്ചു. വളരെ ഹൃദയഭേദകമായൊരു അനുഭവമാണ്. ജീവിത പങ്കാളിയുടെ വേർപാട് ഏത് പ്രായത്തിലാണെങ്കിലും വേദനാജനകമാണ്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ദാനം ചെയ്തിട്ട് ഭാര്യ മരിക്കുക എന്ന് പറയുന്നത് ഹൃദയഭേദകമാണ്. വലിയ ദുഃഖകരമായൊരു സംഭവം ഉണ്ടായി. അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കുക, അച്ഛാ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, വേർപെട്ട അനുഭവത്തിൽ ജീവിക്കുന്നവൻ, ശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദനയുടെ അനുഭവം വരാമോ എന്ന് ചോദിക്കാം. വരത്തില്ലെന്നൊക്കെ പ്രസംഗിക്കുന്നവർ കാണും. പക്ഷേ വേദപുസ്തകം പിടിച്ചോണ്ട് അങ്ങനെ പറയാനൊക്കത്തില്ല. വരും. പരീക്ഷകൾ വരും. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയും വേദനയും ഇല്ലാത്ത ലോകത്തെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് ഈ ലോകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾക്ക് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരും. എന്താ വ്യത്യാസമെന്നറിയാമോ? അപ്പം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത് സന്തോഷത്തിൻ്റെ വേളകളിലാണോ സങ്കടത്തിൻ്റെ വേളകളിലാണോ? സന്തോഷത്തിൻ്റെ അവസരങ്ങളെല്ലാം നമ്മൾ മറന്നുപോയില്ലേ? എന്നാൽ വേദനയുടെയും വേർപാടിൻ്റെയും ദുഃഖകരമായ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് സൗഖ്യമാക്കി നമ്മൾ മറക്കുവോ? എന്താ ചെയ്തത്? അവളെ വഴിയരികിൽ അടക്കി. സ്വന്തമായി അടക്കാൻ സെമിത്തേരിയില്ല, ആരുടെ മണ്ണ് സ്വന്തം ഇല്ല. അവളെ ബേത്തലെ എഫ്രാത്തയിൽ വഴിയരികിൽ അടക്കി. നിങ്ങൾ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, റേച്ചൽസ് ടൂംബ് എന്ന് പറഞ്ഞ് ഇപ്പോഴും അത് ഒരു കറുത്ത കരിങ്കൽ അവിടെ നിൽപ്പുണ്ട്. അതിലെഴുതി വെച്ചിട്ടുണ്ട് റേച്ചൽസ് ടൂംബ്. ഇപ്പോഴും കാണാം. പഴയ നിയമ വിശ്വാസികൾ, പുനരുദ്ധാന വിശ്വാസികൾ, പഴയ നിയമ പിതാക്കന്മാർ പുനരുദ്ധാന വിശ്വാസികളായിരുന്നൊരു തെളിവായി വേദപണ്ഡിതന്മാർ പറഞ്ഞ ഈ കൽത്തൂണാണ്. അവളെ അവിടെ അടക്കിയിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവളെ, നിനക്ക് വിടാ, ഇത് അവസാനമല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നമുക്ക് വീണ്ടും കാണാം. പ്രത്യാശയുടെ കൽത്തൂൺ നാട്ടണം നമ്മുടെ ജീവിതത്തിൽ. പ്രത്യാശയുടെ കൽത്തൂൺ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറം നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കഷ്ടതയ്ക്ക് മാത്രം നമ്മളെ പഠിപ്പിക്കാനൊക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് കഷ്ടത, അല്ലേ? കഷ്ടതകൾ വരുമ്പോഴാണ് നമ്മൾ ആടി ഉഴലുന്നത്. മഴവില്ല് നല്ല ഭംഗിയുള്ളതാണ്, മഴവില്ല്, അല്ലേ? എപ്പോഴും മഴവില്ല് കാണാൻ എളുപ്പമാർഗം എന്താ? എപ്പോഴും മഴവില്ല് കാണാൻ എളുപ്പമാർഗം കണ്ണ് നിറഞ്ഞിരുന്നാൽ മതി. 2 തുള്ളി കണ്ണുനീരുണ്ടെങ്കിൽ നോക്കുന്നിടത്തെല്ലാം മഴവില്ലാണ്.
ഇരുട്ടിന് മാത്രം തരാനൊക്കുന്നതിൽ പ്രത്യേകതകളുണ്ട്. ഏറ്റവും നല്ല പൂക്കൾ വിരിയുന്നത് എപ്പോഴാണ്? ഗന്ധരാജനും പാരിജാതവും ഒക്കെ വിരിയുന്നത് എപ്പോഴാണ്? കൂരിരുട്ടിലാണ്, പാതിരാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ്. അതിൻ്റെ ആ മണം വരുമ്പോൾ രാത്രി വിരിയുന്ന പൂവാണെന്ന് തോന്നുമോ? അതേസമയം പകൽ വിരിയുന്ന പൂക്കളുണ്ട്. ഏതൊക്കെയാണ്? 4 മണിപ്പൂവും 10 മണിപ്പൂവും. വല്ല മണമുണ്ടോ? പൂവാന്നും പറഞ്ഞ് നിൽക്കുക. പകലാ വിരിയുന്ന. എന്നാ ഗുണം? രാത്രിക്ക് മാത്രം തരാനൊക്കുന്ന, വേദനയ്ക്ക് മാത്രം തരാനൊക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കണം. CSI സഭയിലെ ഒരു അച്ഛൻ, കർണാടക ഡയോസിസിലെ, കന്നഡ ഡയോസിസിലെ ഒരു അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ മകൻ ടോം 12 വയസ്സ്. സാധാരണ അവൻ സ്കൂൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അന്ന് പരീക്ഷയായതുകൊണ്ട് അച്ഛൻ അവനെ സ്കൂട്ടറിൽ കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് കുറുകെ ചാടി ഒരു കന്നുകാലി തട്ടി അച്ഛൻ്റെ സ്കൂട്ടറും അച്ഛനും മോനും കൂടെ വീണു. അച്ഛന് ഹെൽമറ്റ് ഉണ്ടായിരുന്നു, അച്ഛനൊന്നും പറ്റിയില്ല. പക്ഷേ അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്ന ടോം അവൻ്റെ തല ചെന്ന് റോഡിലടിച്ചു. വല്ലാത്ത മുറിവേറ്റു. കുഞ്ഞ് മയങ്ങിപ്പോയി. ഉടനെ തന്നെ വണ്ടി വിളിച്ച്, കാറ് വിളിച്ച് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ്റെ മടിയിലിരുന്ന് പോകുന്ന വഴിക്ക് കുഞ്ഞ് മരിച്ചുപോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് മരിച്ചു. വളരെ ദാരുണമായ വേദനാജനകമായ സംഭവം. ആ ഞായറാഴ്ച വിശുദ്ധ കുർബാന നടത്തുവാനായി ഡയോസസൻ ബിഷപ്പാണ് ചെന്നത്. ബിഷപ്പ് കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുർബാന മധ്യേ ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തി. അച്ഛനും കൊച്ചമ്മയും മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ബിഷപ്പ് പിടിച്ചതായ താലത്തിൽ ഒരു വലിയ റോസാപ്പൂ അർപ്പിച്ചു, വെള്ള റോസാപ്പൂ അർപ്പിച്ചു. ബിഷപ്പ് പിടിച്ചു കൊടുത്ത മൈക്കിലൂടെ അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛനും കൊച്ചമ്മയും കൂടെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞിൽ നിന്ന് കഴിഞ്ഞ 12 വർഷം ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ നീ അവനെ തിരികെ വിളിച്ചിരിക്കുന്നു. അവൻ നിൻ്റെ സന്നിധിയിൽ ഇവിടുത്തേക്കാൾ സന്തോഷവാനായിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ്റെ സന്നിധിയിൽ വന്ന് കുഞ്ഞിനെ കാണുന്നത് വരെ തകർന്നു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ച അച്ഛനെയും കൊച്ചമ്മയും എനിക്കറിയാം. ജീവിതത്തിൽ തകർന്നു പോകാവുന്ന അനുഭവങ്ങളെപ്പോലും പ്രത്യാശയുടെ അനുഭവമാക്കി മാറ്റണം. ഒരു മർത്തമ്മക്കാരൻ, ഒരു ആവറേജ് മർത്തമ്മക്കാരൻ, കുവൈറ്റ് ജോലി ചെയ്യുന്നവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടിൽ ടീച്ചറാണ്. 2 പെൺകുഞ്ഞുങ്ങൾ, 10ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന, കോഴഞ്ചേരി പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മ ഇവരെ സ്വീകരിക്കും 4 മണിക്ക്. പിന്നെ അമ്മ വരുന്ന വഴി സ്കൂട്ടറിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും വീട്ടിലോട്ട്. അങ്ങനെയായിരുന്നു പതിവ്. 10ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങി. വല്യമ്മച്ചി ഇപ്പുറത്ത് കാത്തിരിക്കുകയാണ്. അമ്മയുടെ അമ്മ ഇവരെ കാത്തു നിൽക്കുകയാണ്. വല്യമ്മച്ചി നിൽക്കുന്നതിൻ്റെ ത്രില്ലിൽ 6ാം ക്ലാസ്സുകാരി കുഞ്ഞ് ഒന്നും നോക്കാതെ റോഡ് ക്രോസ് ചെയ്തു. ചീറി വന്ന് ടെമ്പോ ഇടിച്ച് കുഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ പിടഞ്ഞു മരിച്ചു. വലിയ ഭയങ്കരമായ സങ്കടകരമായ അവസ്ഥ. ആ ദേശം ഞെട്ടിപ്പോയി. എന്നാൽ അതിനെക്കുറിച്ച് ആ പാവപ്പെട്ട ആവറേജ് വിശ്വാസിയായ മർത്തമ്മക്കാരൻ പറഞ്ഞ എന്താണെന്നറിയാമോ? വെച്ചോ, ഞാനിപ്പോൾ സ്വർഗത്തെ സ്നേഹിച്ചു തുടങ്ങി. ഇപ്പം എൻ്റെ മൂത്ത കുഞ്ഞെൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഇളയ കുഞ്ഞ് സ്വർഗത്തിലുണ്ട്. നേരത്തെയൊക്കെ സ്വർഗമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല, എന്നോ മരിച്ചിട്ട് പോകേണ്ട ഇടമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞ് സ്വർഗത്തിലുണ്ട്, മൂത്ത കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ സ്വർഗം എൻ്റെ വീട് പോലാണ്. പ്രിയപ്പെട്ടവരെ, വേദനയുടെ അനുഭവങ്ങളെ പ്രത്യാശയുടെ അനുഭവമാക്കി മാറ്റുന്നവനാണ് വിശ്വാസി. വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിലല്ല, ഇവിടെ ഒരു പ്രത്യാശയുടെ കൽത്തൂൺ നാട്ടുക. നാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ദൃഷ്ടി പായണം. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണാമീട്ടും സംഘത്തിൽ ആ പൊൻകിരീടർ കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീടർ കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. നമ്മുടെ ജീവിതയാത്രയിൽ അവശ്യം നാട്ടേണ്ട ഒരു കല്ലാണ് തീരുമാനത്തിൻ്റെ കല്ല്. അത് പിഴുതു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഒന്നുകൂടെ നമുക്ക് പുതുക്കി നാട്ടാം. കുറേ കൂടെ വളരുമ്പോൾ വിടേണ്ടതിനെ വിടുവാൻ ഒരു വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ശുദ്ധീകരണം പ്രാപിക്കുക. വേദനിപ്പിക്കുന്ന നിരാശപ്പെടുന്ന ഈ ലോക ജീവിതത്തിൽ പ്രത്യാശയുടെ കൽത്തൂൺ നാട്ടിക്കൊണ്ട് നമുക്ക് സ്വർഗീയ നാടിനെ ലക്ഷ്യമായിക്കൊണ്ട് ജീവിതയാത്ര തുടരാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മൂലം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, സ്വർഗപിതാവേ, ഈ രാത്രി നീ ഞങ്ങളെ സന്ദർശിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കിടയായി.
ദൈവത്തിൻ്റെ വചനത്തിലൂടെ നീ ഞങ്ങൾ ഇടപെട്ടതോർത്ത സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ, നാട്ടേണ്ട കൽത്തൂണുകളെക്കുറിച്ച് നീ ഞങ്ങളെ ഓർപ്പിച്ചുവല്ലോ. ഒരു തീരുമാനത്തിൻ്റെ കൽത്തൂൺ നാട്ടുവാൻ, മാനസാന്തരത്തിൻ്റെ കൽത്തൂൺ നാട്ടുവാൻ, വിട പറയേണ്ടതിനോട് വിട പറഞ്ഞൊരു അനുഭവത്തിൽ, സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ശുദ്ധീകരണം പ്രാപിച്ചവരായി പ്രത്യാശയുടെ കൽത്തൂൺ നാട്ടിക്കൊണ്ട് ഈ ലോകയാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി സമർപ്പിച്ചവർക്ക് വേണ്ടി സ്തോത്രം, തീരുമാനം പുതുക്കിയവർക്ക് വേണ്ടി സ്തോത്രം. കർത്താവിനോട് ജീവിതയാത്ര തുടർന്ന് സ്വർഗീയ നാട്ടിലെത്തുവോളം കർത്താവിൻ്റെ കൃപയിൽ അവരെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.